അനുപമമായ ഈ ദൈവവചനത്തിനായി ദൈവത്തിന് മഹത്വം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഉജ്ജ്വലമായ ഒരു പ്രവചന വാക്യമാണ് നാം വായിച്ചത്. വാസ്തവത്തിൽ ഈ ഭാഗം കൊണ്ടത് തീരുകയല്ല. 24 മുതലുള്ള അധ്യായങ്ങളിലേക്ക് ഈ ചിന്ത തുടരുകയാണ്. അവ ക്രമാനുഗതമായി വായിക്കേണ്ടതുമായി. എന്നാൽ സമയപരിധി കൊണ്ട് ഞാനത് വായിക്കുന്നില്ല. പകരം അതിലെ സംഭവങ്ങൾ, അതിൻ്റെ രത്നച്ചുരുക്കം ഉദ്ധരിച്ച് മുമ്പോട്ട് പോകാനാണ് പദ്ധതി ഇടുന്നത്. അപ്പോൾ നമുക്ക് ആ വചനത്തിലൂടെ വരാം. കർത്താവായ യേശുക്രിസ്തുവിനെ ലോകത്തിലെ സകല വ്യക്തിത്വങ്ങളിൽ നിന്നും വിഭിന്നമാക്കുന്ന ഘടകങ്ങൾ ഏറെയാണ്. സമൂഹം ആദരിക്കുന്ന നിരവധി മഹൽ വ്യക്തികൾ ലോകത്ത് ഓരോ കാലഘട്ടത്തിൽ ഉദയം ചെയ്തിട്ടുണ്ട്. നമ്മൾ ആദരിക്കുന്ന മഹാത്മജി, ആദരണീയനായ ബുദ്ധൻ, വർദ്ധമാന മഹാവീരൻ, ഏറ്റവും ഉജ്ജ്വലമായ ചിന്തകൾ സമൂഹത്തിന് കൊടുത്ത നിരവധി ആളുകൾ ഇവിടെയുണ്ട്. ഇവർക്കൊക്കെ ജീവിതത്തിൽ തത്വചിന്താപരമായ ചില പശ്ചാത്തലങ്ങളുമുണ്ട്. വിശാലമായ ലോകമായിരുന്നു അവരുടേത്. അവരുടെ സമൂഹം അവരെ കൈക്കൊണ്ടതും സ്വീകരിച്ചതും പിന്തുടർന്നുമായ രീതികൾ നമ്മൾ ചരിത്ര പുസ്തകങ്ങളിൽ വായിക്കുന്നുണ്ട്. യേശുവിൻ്റെ ജീവിത ശൈലിയും സാഹചര്യവും പരിമിതമായിരുന്നു. പാലസ്തീനിയ എന്ന് അന്ന് വിളിച്ചിരുന്ന, അതിനു മുമ്പ് ഇസ്രയേൽ എന്ന് വിളിച്ചിരുന്ന, ഇന്ന് പാലസ്തീനും ഇസ്രയേലുമായി ചേർന്ന് കിടക്കുന്ന 120 മൈൽ വിസ്തൃതി വരുന്ന മധ്യപൂർവ്വദേശത്ത് യേശുക്രിസ്തു എന്ന വ്യക്തി ജീവിച്ചിരുന്നത് 33.5 കൊല്ലമാണ്. ആ 33.5 വർഷങ്ങൾക്കുള്ളിൽ യേശു ശ്രദ്ധേയനാകുന്നതും അവിടുത്തെ പ്രവൃത്തികൾ പൊതുജന സമക്ഷം ആളുകൾ സ്വീകരിക്കുന്നതും 3.5 കൊല്ലമാണ്. ആ 3.5 കൊല്ലങ്ങളെ യഹൂദ പഞ്ചാംഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിശകലനം ചെയ്യുകയും ചിലതരം അവധി ദിവസങ്ങൾ എണ്ണിമാറ്റുകയും ഒക്കെ ചെയ്ത് പഠിച്ചാൽ രേഖപ്പെടുത്താൻ കഴിയുന്ന ഏതാണ്ട് 1100-ൽ പരം ദിവസങ്ങൾ യേശു ഇഹലോകത്തിൽ പ്രസംഗിച്ചു, പ്രവർത്തിച്ചു. യേശു പ്രസംഗിച്ച ഭാഷ അരമായിക്ക് അഥവാ അരാമിക്ക് എന്നതായിരുന്നു. യേശുവിൻ്റെ പ്രസംഗം അരമായിക്കിൽ കേട്ട് മനസ്സിലാക്കുന്ന അതിസാധാരണക്കാരായ കേൾവിക്കാരായിരുന്നു. ഗ്രീക്ക് ഉൾപ്പെടെയുള്ള ഭാഷകൾ യേശു സംസാരിച്ചിട്ടുണ്ട്. കോടതി വിചാരണയിൽ ഗ്രീക്കിലാണ് മറുപടി കൊടുക്കേണ്ടത്. അതൊക്കെ യേശു സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ യേശുവിൻ്റെ പ്രഭാഷണങ്ങൾ ഏറ്റവും ലളിതമായ അരമായിക്ക് ഭാഷയിലായിരുന്നു. യേശുവിൻ്റെ കേൾവിക്കാർ അതിസാധാരണക്കാരായ മനുഷ്യരായിരുന്നു. യേശു ഒരിക്കലും ഒരു പാട്ട് എഴുതിയിട്ടില്ല. യേശു ഒരു പുസ്തകവും രചിച്ചിട്ടില്ല. ഒരു പുസ്തകം രചിക്കാത്ത, ഒരു പാട്ട് എഴുതാത്ത, ഒരു പാട്ട് ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കാത്ത, തൻ്റെ വാക്കുകളൊന്ന് എഴുതി വെച്ച് വായിച്ചു കേൾക്കണമെന്ന് ആവശ്യപ്പെടാത്ത കർത്താവായ യേശുവിൻ്റെ ഇഹലോക ജീവിതത്തെ പഠിച്ചാൽ ഒന്ന് മനസ്സിലാക്കും. ലോകത്ത് ഏറ്റവും അധികം പാട്ടുകൾ പിറവി കൊണ്ടത് യേശുവിനെ കുറിച്ചാണ്. ലോകത്ത് ഏറ്റവും അധികം ആളുകൾ പാടിയത് യേശുവിനെ കുറിച്ചാണ്. എത്ര പാടിയിട്ടും മതി വരാത്തതും യേശുവിനെ കുറിച്ച് പാടിയിട്ടാണ്. യേശുവിനെ കുറിച്ച് പാടിയാൽ മതി വരില്ല. യേശുവിനെ പ്രസംഗിച്ചിട്ട് മതി വരുന്നില്ല. പാടുന്നവരോട് ചോദിക്കുക, പ്രസംഗിക്കുന്നവരോട് ചോദിക്കുക, ആയിരക്കണക്കിന് വേദികളിൽ അരുമനാഥ അങ്ങയെക്കുറിച്ച് ഞങ്ങൾ പാടി, അങ്ങയുടെ ശബ്ദം ഞങ്ങൾ കേൾപ്പിച്ചു, അങ്ങയെ ഞങ്ങൾ സാക്ഷിച്ചു, മതി വരുന്നില്ല. അത്തരം ഒരു അതിർത്തിയുടെ ഉണർവിലാണ് ഞാനും നിങ്ങളും. അത്തരം ഒരു അതിർത്തിയുടെ ആവേശത്തിലാണ് ഞാനും നിങ്ങളും ഈ രാത്രി ദൈവവചനം കേൾക്കുന്നതെങ്കിൽ പരിമിതമായൊരു സമൂഹത്തോട് പരിമിതമായ കാലം മാത്രം പ്രസംഗിച്ചവനെ കുറിച്ചുള്ള ശബ്ദം ലോകത്തിൻ്റെ 5 ഭൂഖണ്ഡങ്ങളിലും 24 മണിക്കൂറും മുഴങ്ങിക്കേൾക്കുന്നു. ഇടതടവില്ലാതെ മുഴങ്ങിക്കേൾക്കുന്ന ആ മഹാശബ്ദം യേശുവിനെ കുറിച്ചാണെങ്കിൽ ആ ദൈവപുത്രനെ ഈ രാത്രി വചനം കേൾക്കുന്നവരുടെ നടുവിൽ ഉയർത്തിക്കാട്ടിക്കൊണ്ട് ഞങ്ങൾ ഒരേ സ്വരത്തിൽ ആവർത്തിക്കുന്നു, മറ്റൊരുവരിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമം.
യേശു ക്രിസ്തുവിനെ ഉയർത്തുന്ന ഇടത്ത്, യേശുവിൻ്റെ നാമം ഘോഷിക്കുന്ന ഇടത്ത് ഇരുട്ടിൻ്റെ ആത്മാക്കൾ തോറ്റുമടങ്ങും. യേശുവിനെ ഉയർത്തുന്ന ഇടത്ത് അന്ധകാര ശക്തികൾക്ക് ഇരിക്കാനാവാത്ത വിധത്തിൽ അതിൻ്റെ അടിത്തറകൾ തകർന്നു പോകും. യേശു ഉയർത്തപ്പെടുന്നിടത്ത് ആർക്കും തടയാനാവാത്ത വലിയ വെളിച്ചത്തിൻ്റെ പ്രവാഹം അത് നിരന്തരമായി ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും. ആ വെളിച്ചത്തിൻ്റെ പ്രഭാതത്തിൽ ഇരുളിൻ്റെ, അന്ധതയുടെ, അജ്ഞതയുടെ സകല ശക്തികളും തോറ്റടിയുമെങ്കിൽ സാത്താൻ ശക്തികളെ ക്രൂശിൽ തകർത്ത് ജയോത്സവം കൊണ്ടാടിയ നസ്രയനായ യേശു എന്ന ദൈവപുത്രനെ ഞങ്ങൾ ഒരേ സ്വരത്തിൽ ഈ പൂമറ്റം ഗ്രാമത്തിൽ ഉയർത്തിക്കൊണ്ട് മോശ മരുഭൂമിയിൽ പിത്തള സർപ്പത്തെ ഉയർത്തിയതുപോലെ സകല ഭൂവാസികൾക്കും രക്ഷയ്ക്ക് കാരണഭൂതനായവനെ അവിടുത്തെ തിരുമാർവിൽ ഒഴുകുന്ന പുണ്യാക രക്തത്തിൽ നമുക്ക് അതിക്രമങ്ങളുടെ മോചനവും എന്ന വീണ്ടെടുപ്പുണ്ട് എന്ന സദ്വർത്തമാനം ആധികാരികമായി ഘോഷിക്കുന്നു. അടുത്തു മകളയും ഇരുന്ന് വചനം കേൾക്കുന്നവരെ തുറക്കൂ ആ ഹൃദയം, സ്വീകരിക്കൂ നസ്രയനായ യേശുവിൻ്റെ സ്നേഹ ചൈതന്യം. യേശുവിനെ ഉള്ളത്തിൽ ഉൾക്കൊള്ളുന്നത് രോഗശാന്തിയാണ്. യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുന്നത് അനവധി പതിറ്റാണ്ടുകളായി രൂഢമൂലമായി കിടക്കുന്ന അന്ധകാരത്തിൻ്റെ അടിവേരുകൾ തകർക്കുന്ന ഉജ്ജ്വലമായ ശക്തിയാണ്. ആ മഹാശക്തി ഇന്ന് നമ്മുടെ മധ്യേ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. ആ ദൈവകൃപ അകത്തും പുറത്തും ഒരുപോലെ ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. നമുക്ക് വേണ്ടി പ്രാണനെ യാഗമാക്കി തീർന്ന ആ പുത്രൻ്റെ രക്തത്തിൽ നമുക്ക് ശാശ്വത ശാന്തിയുണ്ട്, സമാധാനമുണ്ട്, പാപവിമോചനമുണ്ട്. പാപവിമോചനത്തിന് ഒരേ ഒരു ഔഷധം, അത് കർത്താവായ യേശുക്രിസ്തുവിൻ രക്തം. ഹല്ലേലൂയ. ആ യേശുവിൻ്റെ വാക്കുകൾ ഇന്നും പ്രസക്തമാകാൻ ഒരു കാര്യമുണ്ട്. യേശുവിൻ്റെ ജനനവും മരണവും യേശുവുമായി ബന്ധപ്പെട്ട സകല കാര്യങ്ങളും സന്ദർഭം കൊണ്ട് വ്യാഖ്യാനിച്ച് ഞങ്ങൾ യേശുവിനെ ദൈവമാക്കി അവതരിപ്പിക്കുകയല്ല. ചിലെങ്കിലും തെറ്റിദ്ധരിക്കുന്നത് ക്രൈസ്തവരെല്ലാം ചേർന്ന് യേശുവിനെ ദൈവമാക്കി. ചില ആൾ പറഞ്ഞ പൗലോസ് ദൈവമാക്കി എന്നാണ്. പൗലോസ് നോക്കിയാൽ യേശു ദൈവമാകുമോ? കോടിക്കണക്കിന് മനുഷ്യർ യേശുവിനെ സ്തുതിക്കുന്നത് പൗലോസ് ദൈവമാക്കിൻ്റെ പേരിലല്ല. ഹല്ലേലൂയ. കൃത്യമായി അവിടുത്തെ സഹജ സ്വഭാവം അത് ദൈവീകതയുടേതാണ്. ദൈവം കാലസമ്പൂർണതയിൽ ജഡപ്രവേശം ചെയ്ത് മനുഷ്യരൂപത്തിൽ വന്നു എന്ന് കൃത്യം പൗലോസ് നടന്നൊരു സംഭവത്തെ റിപ്പോർട്ട് ചെയ്യുക മാത്രമാണ് ചെയ്തത്. സ്തോത്രം. ഞാൻ ആ വഴി ഒന്ന് വരാം. ഞാനതിൻ്റെ ഒരു വിപരീത ദിശയിൽ നിന്ന് വരാം, നിങ്ങൾക്കൊക്കെ മനസ്സിലാകാൻ. ഈ കർത്താവായ യേശു പാലസ്തീനിൽ 33.5 വയസ്സ് വരെ ജീവിച്ചിരുന്നു. യേശുവിൻ്റെ ജഡപ്രകാരമുള്ള മാതാപിതാക്കൾ നമ്മളറിയുന്നതുപോലെ വിശുദ്ധ മറിയയും യോസെഫുമൊക്കെ ആയിരുന്നു. യേശുവിന് സഹോദരങ്ങളൊക്കെ ഉണ്ട്. അത് തർക്കിക്കാൻ വേണ്ടി ഞാനിട്ട വിഷയമില്ല. അത് തർക്കിക്കേണ്ട കാര്യമൊന്നുമില്ല, ഉറപ്പായ കാര്യം അതൊക്കെ. അതെന്താ യേശുവിന് സഹോദരങ്ങളുണ്ട്, അമ്മയുണ്ട്, അപ്പനുണ്ടെന്ന് പറയുന്നത് നാണം കെട്ട കാര്യമാണോ? അത് ഉറപ്പുള്ള കാര്യമാണല്ലേ? ഏതായാലും യേശുവിൻ്റെ അമ്മയായ മറിയും യോസെഫും നോക്കുമ്പോൾ യേശുവിൻ്റെ പണികൾ, ഈ തച്ചുശാസ്ത്രം, ആ വിദ്യകളൊന്നും കാര്യമായിട്ട് ചെയ്ത് വിജയിപ്പിക്കുന്നില്ല. പണിക്കൊന്നും ആരും വിളിക്കുന്നില്ല. ഒരു കട്ടിൽ പണിയാൻ പോയിട്ടൊരു കോഴിക്കൂട് പണിയാൻ പോലും ആരും വിളിക്കുന്നില്ല. ഭക്ഷണം കഴിക്കുക, പ്രാർത്ഥിക്കുക, കിടന്നുറങ്ങുക, ഒരു ബാധ്യത പോലെ വന്നപ്പോൾ അപ്പനും അമ്മയും പറഞ്ഞു, മോനെ പിണക്കി പറയാൻ ഓർക്കരുത്. എൻ്റെ താഴെ പെൺപിള്ളേർ വളർന്നു വരുന്നു, അനിയന്മാരുണ്ട്, നീ കാരണം ഇപ്പോൾ അവരോടൊരു വിഷമത്തിലാകും. അതുകൊണ്ട് ജീവിക്കാൻ എന്തെങ്കിലും ഒരു വഴി, ഇപ്പോൾ ജീവിക്കാൻ എളുപ്പ വഴികളിലൊന്ന് ദൈവമാകുക എന്ന് തോന്നിയിട്ട് ദൈവമായ ആളല്ല യേശു. മനസ്സിലാവുന്നുണ്ടോ? അപ്പം ഞങ്ങളെല്ലാം കൂടെ വ്യാഖ്യാനിച്ച് പിന്നാലെ വന്നവരെല്ലാം കൂടെ വ്യാഖ്യാനിച്ച് ദൈവമാക്കിയ ആളല്ല കർത്താവായ യേശു. മനസ്സിലായോ? നിങ്ങൾ ഞാൻ ആദ്യം പറഞ്ഞ ആ ഹാങ് ഓവറിലിരിക്കുകയല്ലേ, അങ്ങനെ അല്ലെന്നാണ് പറഞ്ഞത്. പിടി കിട്ടിയോ? അങ്ങനെ അല്ല. അങ്ങനെയൊക്കെ ആൾക്കാരുണ്ട്, അതുകൊണ്ട് പറഞ്ഞാണ്. അവരിൽ നിന്ന് തിരിച്ചറിയണം യേശുവിനെ. അപ്പം ഞാൻ ഇത്രയും പറഞ്ഞത് കർത്താവായ യേശുക്രിസ്തു എന്ന വ്യക്തിത്വത്തിൻ്റെ ദൈവീകതയുടെ വലിയൊരു തെളിവ് അവിടുന്ന് നടത്തിയ പ്രവചനത്തിൻ്റെ സംശുദ്ധിയാണ്. ആ പ്രവചനങ്ങളിൽ സുപ്രധാനമായ ഒന്നാണ് ഇന്ന് വായിച്ചത്. ആ ഉള്ളടക്കം ഇങ്ങനെയാണ്. യേശു മഹത്തരമായ യെരുസലേം എന്ന മഹാനഗരിയെ നോക്കിക്കൊണ്ട് നടത്തുന്ന ഒരു പ്രവചനം. അതിൽ പറയാ, യെരുസലേമേ യെരുസലേമേ, പ്രവാചകന്മാരെ കൊല്ലുകയും
നിന്റെ അടുക്കൽ അകച്ചിരിക്കുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ. നീ ഇതൊക്കെ ചെയ്തിട്ടും കോഴി തൻ്റെ മക്കളെ ചിറകിൻ കീഴിൽ അണയ്ക്കുമ്പോൾ എത്തുകൊള്ളുവാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു. നമുക്ക് പറയാം, നാഥ, ആ മനസ്സ് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ ഇരിക്കുന്നത്. നിൻ്റെ മാർവിടത്തിൽ ഞങ്ങൾ അനുഭവിച്ച ശാശ്വത സമാധാനം, ഒട്ടേറെ കയ്പുനീർ കുടിക്കേണ്ടി വന്ന ജീവിതത്തിലും ആനന്ദത്തോടെ നിൽക്കുവാൻ ഞങ്ങളെ പ്രേരിപ്പിച്ചത് മാറോടടുക്കി പിടിക്കുന്ന നിൻ്റെ കാരുണ്യമാണ്, നിൻ്റെ സ്നേഹമാണ്. യേശു പറഞ്ഞു, എൻ്റെ സ്നേഹം ഇതായിരുന്നു. നിനക്ക് മനസ്സായില്ല, നീ വഴിപ്പെട്ടില്ല, അതുകൊണ്ട് ഞാൻ നിന്നെ വിട്ടു പോകും. അതൊരു പരാജയപ്പെട്ട പോക്കല്ലേ? അങ്ങനെ ധരിക്കണ്ട. കാരണം പോയ ഞാൻ ഒരു ദിവസം തിരിച്ചു വരും. അന്നിങ്ങനെ ആയിരിക്കില്ല, ജയാളിയായി ഞാൻ തിരിച്ചു വരും. അന്ന് ഇപ്പോൾ എന്നെ നിരാകരിക്കുന്ന നിൻ്റെ തലമുറയുണ്ടല്ലോ, അന്നത്തെ തലമുറ, അവർ പറയും, ഓ, ഞങ്ങൾ കുത്തിമുറിവേൽപ്പിച്ചവൻ, ഞങ്ങളുടെ പൂർവികർ തുപ്പി മലിനമാക്കാൻ ശ്രമിച്ചവൻ, ആക്ഷേപിച്ച് ചെറുതാക്കാൻ പദ്ധതിയിട്ടവൻ, ഇതാ രാജാതിരാജാവും കർത്താതി കർത്താവും താൻ മാത്രം അമർത്യതയുമുള്ളവനായി ജയാളിയായി വന്നിരിക്കുന്നു. യഹോവയുടെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ, വാഴ്ത്തപ്പെട്ടവൻ, വാഴ്ത്തപ്പെട്ടവൻ എന്ന് നിങ്ങൾ പറയുവോളം ഇനി എന്നെ കാണുകയില്ല. ഇതാണ് വചനം. ഇത് പറഞ്ഞ യേശു ഏതാണ്ട് ചില ദിവസങ്ങൾക്കകം അറസ്റ്റ് വരിക്കപ്പെട്ടു, വിചാരണ ചെയ്യപ്പെട്ടു, ക്രൂശിക്കപ്പെട്ടു, മരിച്ച് അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. 40 തുടർമാനമായ ദിവസങ്ങൾ ശിഷ്യഗണങ്ങൾക്ക് പലയിടത്ത് വെച്ച് പ്രത്യക്ഷനായി. അവിടുന്ന് സ്വർഗത്തിലേക്ക് കരേറി. ആ യേശു ഇതുവരെ അക്ഷരാർത്ഥത്തിൽ തിരിച്ചു വന്നിട്ടില്ല. പക്ഷെങ്കിൽ അരുളി ചെയ്തത് യേശുവെങ്കിൽ തീർച്ചയായും ഒരു ദിവസം അവൻ അതുവഴി വരും, അക്ഷരാർത്ഥത്തിൽ വരും. ഏത് കണ്ണും അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും. ഭൂമിയിലെ ഗോത്രങ്ങളൊക്കെ അവനെ ചൊല്ലി വിലപിക്കും. പക്ഷേ അക്ഷരാർത്ഥത്തിൽ കണ്ടാണ് അവരത് വിശ്വസിക്കുന്നതെങ്കിൽ ഇന്നവരെ യേശുവിനെ കണ്ടിട്ടില്ലാത്ത, കടലിൻ മീതെ അവിടുന്ന് നടക്കുന്ന അതിൻ്റെ സ്പന്ദനം കേട്ടിട്ടില്ലാത്ത, ലാസറിനെ ഉയർപ്പിക്കുന്നത് നേരിട്ട് കണ്ടിട്ടില്ലാത്ത, യൈറോസിൻ്റെ മകൾക്ക് പുനർജീവിതം നൽകുന്നത് ഒരിക്കലും ഈ കണ്ണുകൾ കൊണ്ട് കാണാത്ത കോടാനുകോടി മനുഷ്യർ വിശ്വാസത്താൽ അവനെ കണ്ടു. നീയാണെൻ്റെ രാജാവ്, നീയാണെൻ്റെ വീണ്ടെടുപ്പുകാരൻ, നീയാണെൻ്റെ സർവസ്വം. അങ്ങനെ അനുഗമിക്കുന്നവരുടെ പേരാ ക്രിസ്തുവിൻ്റെ അനുഗാമികൾ. ഹല്ലേലൂയ. അപ്പോഴേ ഈ കർത്താവ് ഇവിടെ നടത്തിയ പ്രവചനത്തിൻ്റെ ഒരു പശ്ചാത്തല വിവരണം പറഞ്ഞിട്ട് ഞാൻ ഉള്ളിലേക്ക് വരാം. സന്തോഷമല്ലേ? മനസ്സിലാകുന്നുണ്ടോ? ആ, കൊച്ചുമോൾ ഇങ്ങോട്ട് നോക്കി, ഇങ്ങോട്ട്. ഇന്ന് രാത്രിക്കാലം മകളെ, നിൻ്റെ വിചാരമല്ല എൻ്റെ വിചാരം. ഇനി എങ്ങാനും കുസൃതി കാണിച്ചാൽ നിൻ്റെ കല്യാണം ഞാൻ നടത്തിയിട്ട് പോകുള്ളൂ. ഈ വല്ലാതെ കുസൃതി കാണിക്കുന്നവരാ നമ്മൾ കല്യാണം കഴിപ്പിക്കുന്നത്. അങ്ങനെ ഞങ്ങൾക്ക് വർഷങ്ങൾക്കപ്പുറത്ത് കല്യാണം കഴിപ്പിച്ച ഈ പാസ്റ്റർ ഉമാ കുസൃതി യോസ്ഥലത്ത്, മനസ്സിലായോ? അപ്പം അനുഭവിക്കുന്ന കല്യാണം കഴിച്ചോണ്ട് ചോദിച്ചു നോക്ക്, എന്തിനാകും ഞാൻ ഈ ജീവപര്യന്തം തടവ്? മനസ്സിലായോ? ചിലതൊക്കെ ഒത്തു കിട്ടിയാൽ അത് കിട്ടിയതാ, അതുകൊണ്ട് പ്രാർത്ഥിച്ചു. ഇവിടെ കൂടാ പറഞ്ഞു, മക്കളോടാ പറഞ്ഞു കേട്ടോ. അടങ്ങി വിട്ടിരുന്നോണം. മെനകേട് വല്ലതും കാണിച്ചാൽ ഇവിടെ കൊണ്ടുവരും, കല്യാണം നടത്തും. അങ്കിൾ ഇങ്ങനെയുള്ള ശിക്ഷ കൊടുക്കുന്നത് പീനക്കോടിൽ, നമ്മുടെ പീനക്കോടിൽ അങ്ങനെയാണ്. ശ്രദ്ധിച്ചിരുന്നേ. അപ്പം ഇനി നിങ്ങൾ എന്തെങ്കിലും ഒരു വികൃതി കാണിച്ചാൽ എനിക്ക് മനസ്സിലാകും കല്യാണം ആ പദ്ധതി. ശ്രദ്ധിച്ചോ, തിരിച്ചു വരാം. അപ്പോൾ നമുക്കാദ്യം യെരുസലേമിനെക്കുറിച്ച് ഒന്ന് ചിന്തിക്കാം.
ഊർ എന്നും ഷാലോം എന്നുമുള്ള രണ്ട് എബ്രായ ധാതുക്കളുടെ സമന്വയമാണ് ഊർ ഷാലോം. ഊർ അർത്ഥം പട്ടണം, ഷാലോം അർത്ഥം സമാധാനം. ദ ലാൻഡ് ഓഫ് പീസ് ഓർ ദ സിറ്റി ഓഫ് പീസ്, സമാധാനത്തിൻ്റെ പട്ടണം. സമാധാനത്തിൻ്റെ പട്ടണം എന്നൊക്കെ പേരുണ്ടെങ്കിലും എന്നും ഇവിടെ അടിയാ, പൊരിഞ്ഞ അടി. ഇത് തേടി ഇപ്പം നമ്മൾ ദൂരോട്ടൊന്നും പോകണ്ട. നമ്മുടെയൊക്കെ സഹോദരൻ നമ്മൾ ഷാലോം എന്നൊന്ന് പേരിട്ട് നോക്കി, പ്രശ്നം തീർത്തിട്ട് ആ വഴിക്ക് പോകണ്ട. ചില വീടിനൊക്കെ ഉണ്ട് ഷാലോം നിവാസ്, കയറുമ്പോഴേ ഓർത്തോണം അടിയുടെ പൂരം. പേര് ഷാലോം, നിരന്തരം അടി. നാട്ടുകാർക്ക് ആ വഴി പോകണ്ട. ബോർഡ് എഴുതിയിരിക്കുന്നത് എന്താ? യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവനെ ഇതുവഴി വരിക, ഇവിടെ കയറി വരിക. ചെന്ന് കഴിഞ്ഞാൽ പൂരം അടിയാണ്. കാരണം എന്താ? ഷാലോം. നമ്മുടെ കുറ്റമല്ല. 422 പരം ഗഹനങ്ങളായ ഏറ്റുമുട്ടൽ, ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ചുടുചോര വീണ മണ്ണ്, സ്ത്രീകളുടെയും കുഞ്ഞുങ്ങളുടെയും ആർത്തനാദം കൊണ്ട് അന്തരീക്ഷം മുഖരിതമായ സ്ഥലം, ചരിത്രത്തിൽ ചോര പുതച്ചുറങ്ങുന്ന ഒരു പിടി മണ്ണ്, അതാണ് യെരൂശലേം. സങ്കീർത്തനക്കാരൻ മടുത്തിട്ട് നമ്മളോട് പറയുക, യെരൂശലേമിൻ്റെ സമാധാനത്തിനായി പ്രാർത്ഥിപ്പീ. ഞാനെപ്പോഴൊക്കെ ഓർക്കും, നമുക്കൊരു സമാധാനം കിട്ടിയിട്ട് വേണം അതിനു വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ. ഇപ്പോഴും ആ സങ്കീർത്തനം കാണുമ്പോൾ നമ്മുടെ ഒരു ചിന്ത അതാണ്. ഏതായാലും ഊർ ഷാലോം എന്നതിൻ്റെ ഇംഗ്ലീഷ് ലിപ്യന്തരീകരണമാണ് ജെറുസലേം. സായിപ്പിനൊരു കുഴപ്പമുണ്ട്, ചിലതരം അക്ഷരങ്ങൾ സായിപ്പിന് വഴങ്ങില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ? സായിപ്പ് കോഴിക്കോടെന്ന് പറയാൻ പരമാവധി നോക്കി, വർഷം എത്ര ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇവിടെ നിന്ന് വഴങ്ങുന്നില്ല. അവസാനം കാലിക്കട്ടത്തിട്ടിട്ട് അവൻ പോയി. പരമാവധി പറയാൻ നോക്കിയാ കാലിക്കട്ട്. തിരുവനന്തപുരം എന്ന് പറയാൻ അവൻ പെട്ട പാട്. ഒത്തിരി സംഭാവനയൊക്കെ നൽകിയിട്ടുണ്ട്, പക്ഷേ അവന് വഴങ്ങുകയില്ല. നമ്മുടെ ഈ ടെക്നിക്കൊന്നും ചിലർക്ക് പിടികിട്ടുകയില്ല. അതാ മലയാളി. പോട്ടെ. ഏതായാലും ഈ സ്ഥലത്തിന് അവനിട്ട പേരാണ് ജെറുസലേം. ശരിയായി പറയേണ്ടത് ഊർ ഷാലോം. ഊർ ഷാലോം എന്ന് പറയുന്നത് 5 മലകൾ പറ്റിപ്പിടിച്ചിരിക്കുന്ന, മുട്ടി ഉരുമിക്കിടക്കുന്ന ഒരു ഭൂപ്രദേശത്തെയാണ്. 5 മലകൾ മുട്ടി ഉരുമ്മി ഒരുപോലെ കിടക്കുന്നു, ഒരു മല പോലെ. അതായത് നമ്മൾ നിൽക്കുന്ന സ്ഥലം പോലെയൊക്കെ ഏകദേശം. വളരെ മനോഹരമാണ് ഈ സ്ഥലം. ഇങ്ങനെ മുട്ടി ഉരുമി 5 മലകൾ ചേർന്ന് കിടക്കുന്നു. ഇന്ന് അവിടെ നിങ്ങൾ ചെന്നാൽ 4 മലയെ കാണാൻ പറ്റും. ഒരു മല കൃപാവരമുള്ള ആരും പ്രാർത്ഥിച്ച് കടലിലാക്കിയൊന്നുമല്ല, അങ്ങനെ പറയാൻ പറയട്ടെ. കാരണം ചില പുള്ളികളുണ്ട്, ഞാൻ ജെറുസലേമിലായിരുന്നപ്പോൾ അവിടെ ഒരു മല പ്രാർത്ഥിച്ച് മെഡിറ്ററേനിയനിൽ ഇടുവാൻ തൊക്കെ ഇടയായി തീർന്നു. ഞാൻ ടെക്സാസിലായിരുന്നപ്പോൾ, ഞാൻ ഒക്ലഹോമയിലായിരുന്നപ്പോൾ, ഇങ്ങനെയൊക്കെ വെച്ച് കാച്ചുന്ന കക്ഷികളെ കണ്ടിട്ടില്ലേ? ഒക്ലഹോമയിലായിരുന്നു എന്നുള്ളൊരു സത്യമാണ്. അവിടെ നിന്ന് പോരാൻ പെട്ട പാട്. ഞാൻ ദുബൈയിൽ വന്ന് ഇറങ്ങുമ്പോൾ ചുമ്മാ പുളുവടിക്കുന്ന, വിശ്വസിക്കില്ല. പോട്ടെ. ഈ മലയെപ്പറ്റി നമുക്കൊന്ന് ഗ്രഹിച്ചു പോവാം. നിങ്ങൾ ഉറങ്ങല്ല അതിൽ ഇങ്ങനെയൊക്കെ ഒരു കാര്യങ്ങൾ പറയുന്നത്. പ്രയാസം തോന്നുന്നുണ്ടോ? ഒക്ലഹോമായി പോരല്ല, അത് വിട്ടേക്ക്. പോട്ടെ. ഇനി ഞാൻ പറയാതിരുന്നാൽ ഈ പൊങ്ങച്ചൊല്ലയുടെ ഒന്ന് അടിച്ച മോശമാണ്, ആണം കെട്ട കാര്യം. കാലമൊക്കെ പോയില്ലേ? അപ്പം നമുക്കതെല്ലാം അങ്ങ് വിടാം. ഏതായാലും ഈ 5 മലകളുടെ പേര് തൽക്കാലം ഞാനൊന്ന് പറയാം. ഒരു മല നിങ്ങൾക്ക് പരിചയമുണ്ട്, നല്ല പരിചയം. അബ്രഹാം ഇസഹാക്കിനെ യാഗം കഴിച്ച കർമ്മേൽ. കർമ്മേൽ മല ഏതാണ്ട് യെരൂശലേമിൻ്റെ കിഴക്കേ ഭാഗത്താണെങ്കിൽ നേരെ പടിഞ്ഞാറ് ഭാഗത്തൊരു മലയുണ്ട്. നേരെ പിൻഭാഗത്ത്, അതും ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ അറിയും, കാൽവറി എന്ന ഗോൽഗൊഥ. ഇനി 2 ഭാഗമുണ്ട്. വടക്കേട്ട് പോകാം. വടക്കേ ഭാഗത്തുള്ള മലയും നിങ്ങളറിയും, ഉത്തരഗിരിയായ സിയോൻ, ഉയരം കൊണ്ട് മനോഹരവും സർവഭൂമിയുടെയും ആനന്ദം. 3 മല ഗ്രഹിച്ചു. ഇനിയുള്ളതൊരല്പം കട്ടിയാണ്. അതിൻ്റെ പേര് യബൂസ്യനായ ഓർന്നാൻ്റെ കളം. ദാവീദ് വിലയ്ക്ക് വാങ്ങി ആ സ്ഥലം. അങ്ങനെ 4 മലകൾ അവിടെ കിടക്കട്ടെ. ഇനി ഈ പ്രദേശങ്ങളെല്ലാം ചേർത്ത് 8.3 ഏക്കറാണ് ആകെ വിസ്തൃതി. ഇത്ര ഉള്ളത്. 8.5 ഏക്കർ സ്ഥലമേ ഉള്ളൂ ആകപ്പാടെ.
പക്ഷെ ലോകത്തിലെ ഏറ്റവും വലിയ തർക്കഭൂമി ബാബറി മസ്ജിദോ അയോധ്യയോ ഒന്നുമല്ല, അത് ജെറുസലേമാണ്. 3 മതങ്ങൾ ഈ മണ്ണിന്ന് വീതിച്ചെടുത്തിരിക്കുകയാണ്. ക്രൈസ്തവരിലെ ഓർത്തഡോക്സ് സഭാവിഭാഗത്തിന് അവിടെ ചർച്ചുണ്ട്, റഷ്യൻ ഓർത്തഡോക്സ് ചർച്ച്. അതേ സ്ഥലത്ത് കാത്തലിക് ചർച്ചുണ്ട്. കാത്തലിക് ചർച്ചും ഓർത്തഡോക്സ് ചർച്ചും അവിടെയുണ്ട്. അവിടെയാണ് ചരിത്രപ്രസിദ്ധമായ കല്ലറ പള്ളി ഉള്ളത്. പ്രൊട്ടസ്റ്റന്റുകൾ അംഗീകരിക്കുന്ന പ്രൊഫസർ ഗോർഡൻ്റെ ഗവേഷണപ്രകാരം കണ്ടെത്തിയ ഗോൾഗൊതയുടെ ഭാഗം വേറെയുണ്ട്. ഇനി ഇതിൻ്റെ മറ്റൊരു ഭാഗം ഇസ്ലാമിയ അറബികളുടെ പക്കലാണ്. അവരുടെ 2 ദേവാലയങ്ങൾ ഇത്രയും സ്ഥലത്തിൻ്റെ ഉള്ളിലുണ്ട്. എത്ര തിക്ക് പോപ്പുലേറ്റഡ് ഏറിയാണ് അതോ നിങ്ങൾ സങ്കല്പിക്കുക. ഇനിയാണ് മറ്റൊരു കാര്യം. ഇത്രയും മലകൾ ഒത്തുചേർന്നിങ്ങനെ കിടക്കവേ ഇതെല്ലാം കൂടി വന്ന് ഒരു താഴ്വരയിൽ അവസാനിക്കുന്നു. ആ താഴ്വരയിലൂടെ ഒരു തോടൊഴുകുന്നു. ആ തോട് ചിലപ്പോൾ വെള്ളച്ചാട്ടം കൊണ്ട്, വെള്ളപ്പൊക്കം കൊണ്ട് നദിയായിട്ട് മാറും. ഇതാണ് തെക്കേ നാട്ടിലെ തോടുകളെ പോലെ എന്ന് പറയുന്നതിലെ ഒരു തോട്. അനിവാര്യമെങ്കിൽ അതിൻ്റെ കാര്യകാരണങ്ങൾ ഞാൻ വരും വഴിക്ക് പറയാം. ബഹുമാനിയരെ, ഈ സ്ഥലമൊക്കെ മനസ്സിലായി. നിങ്ങൾക്കൊരു വിഷമം, ആകെ 8.5 ഏക്കർ സ്ഥലമേ ഉള്ളൂ, 5 മല, ഇതൊക്കെ എവിടെ കൊണ്ട് വിറ്റ് ചെയ്യും? അതൊക്കെ എവിടെയെങ്കിലും വെച്ചോളൂ വരും, നമ്മൾ വിഷമിക്കാതെ. ഇനി വേറൊന്ന്, ഈ ഗോൾഗൊത എന്ന് പറയുന്ന സ്ഥലത്തിന് നമ്മുടെ ഈ സ്റ്റേജിനേക്കാൾ ഒരല്പം കൂടെ പൊക്കം, ഇതിൻ്റെ പാതി പൊക്കം കൂടെ കഷ്ടിച്ചുള്ളൂ. ഒരു മുട്ടക്കൊന്ന്, ഒരു കുഞ്ഞു മല. കേട്ടിട്ടൊരു നാണം തോന്നില്ലേ? ഇത് അമ്മച്ചിമാർക്കൊക്കെ നാണം തോന്നി ഇങ്ങനെ കേട്ടോ. അതിന് കാരണമുണ്ട്. ഈ ഗോൾഗൊത എന്ന് മര്യാദയ്ക്ക് പറയേണ്ടതിന് പകരം ഗോൾഗൊത, കാൽവരി, ഈ ഒരു ടോണിൽ. അത് അമ്മച്ചിമാരെ മാത്രം കുറ്റപ്പെടേണ്ട കാര്യമില്ല. ഈ പാസന്മാരെല്ലാം കർത്തൃമേശ നടത്തുമ്പോൾ ഈ കാൽവറി ഗോൾഗൊത എന്നൊക്കെ പറയുമ്പോഴേക്കും ഒരു ടോൺ ഇങ്ങനെ മാറ്റി കരയുന്ന പോലെ ആക്ട് ചെയ്യും. സജിപ്പാഷ് അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. കർത്തൃമേശ എടുത്തു വെച്ചിട്ട് നമ്മുടെ അടുത്തോനെ അടിച്ചു പൊങ്കപ്പാട്, ഈ തൊണ്ടയിലുണ്ടാക്കുന്നൊരു സൗണ്ടിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്, അല്ലാതെ നിങ്ങൾ ഗൗരവത്തിലൊന്നും എടുക്കേണ്ടത്. സത്യത്തിൽ ഈ ഗോൾഗൊത എന്ന കാൽവറി ഒരു ചെറിയ മലയാണ്, ഒരു മോട്ടക്കുന്ന്. ഇതെല്ലാം കൂടെ ചേർന്ന് ഒരു മലയായി രൂപപ്പെട്ട് ഒരു താഴ്വരയിൽ അതിൻ്റെ പാദങ്ങൾ അവസാനിക്കുന്നു. ഇതുവഴി ഒരു തോടൊഴുകുന്നു, കിദ്രോൻ. ഈ കിദ്രോൻ തോട് കിഴക്കേ ഭാഗത്തുകൂടി ഒഴുകുന്നു. ഇവയ്ക്ക് ചുറ്റി വളഞ്ഞ് 12 ഗോപുരങ്ങളോടുകൂടിയ 12 വാതിലുകളുണ്ട്. കാലഘട്ടത്തിലും 8 വാതിലുകൾ, 8 പ്രധാനപ്പെട്ട ഗേറ്റുകൾ ഇതിനു ചുറ്റുമുണ്ട്. ഈ 8 ഗേറ്റുകൾക്ക് ഓരോ കാലഘട്ടത്തിൽ ഓരോ തരം പേരുണ്ടായി. നെഹേമ്യാവിൻ്റെ കാലത്തുണ്ടായിരുന്ന പേരല്ല ഹെരോദാവിൻ്റെ കാലത്ത്. ഏതായാലും 8 വാതിലുകൾ ഈ കോട്ടയ്ക്കുള്ളിലേക്ക് പ്രവേശിക്കാൻ പടുകുറ്റൻ മതിൽ കെട്ടി സംരക്ഷിച്ചിരിക്കുന്നു ഈ നഗരത്തെ. ഇനി ഈ കിദ്രോൻ തോട് കടന്ന് നിങ്ങൾ വീണ്ടും കിഴക്കോട്ട് സഞ്ചരിച്ചാൽ നേരെ ചെല്ലുന്നത് ഒരു മലമുകളിലേക്കാണ്. ആ മല ഒരു 1.5 മലയാണ്. വേറൊന്നുമല്ലത് ഒലിവ് മല. ഒലിവ് മലയുടെ വലിപ്പം നിമിത്തം നിങ്ങൾക്കതിൻ്റെ മുകളിൽ ചെല്ലാൻ കുറഞ്ഞത് ഒരു 20-25 മിനിറ്റ് വേണം. അത്രയും കൊണ്ടേ മുകളിൽ ചെല്ലാൻ പറ്റൂ. അപ്പോൾ ഒലിവുമലയിലേക്ക് കടക്കുമ്പോൾ ആദ്യം നിങ്ങൾ കടന്ന ആ ചരിവിനൊരു പേര് പറയും, ഗത്സമന. യേശു പ്രാർത്ഥിച്ച സ്ഥലമായിരുന്നു ഗത്സമന. മുകൾ വശത്ത് മനോഹരമായ ഒലിവുമല, അതിൻ്റെ മറുവശം കൂടി പറഞ്ഞ് വിരസമായ ആ ചരിത്രം ഞാൻ വിട്ടേക്കാം. അത് ശ്രദ്ധേയമായൊരു സ്ഥലമാണ്. യേശുവിൻ്റെ പ്രവർത്തന കാലത്ത് ഏറെ ശ്രദ്ധേയമായൊരു സ്ഥലം. യേശു ഏറ്റവും ശക്തമായ ഒരത്ഭുതം നിർവഹിച്ച സ്ഥലമാണ് ലാസർ പാർത്ത ബെഥാന്യ. ലോകത്ത് കടുക് മരങ്ങളുള്ള ഒരേ ഒരു സ്ഥലം ഈ ബെഥാന്യയാണ്. ഇന്നും കടുക് മരങ്ങൾ അവിടെ ധാരാളമുണ്ട്. കർത്താവ് പറഞ്ഞ ഉപമയൊക്കെ കേട്ടിട്ട് നമ്മുടെ സി രവിചന്ദ്രനെ പോലുള്ള ആളുകൾ നിന്ന് ചിരിക്കുക ഇത് വായിച്ചിട്ട്. ഇയാൾ ആദ്യം അവിടെ നിന്ന് പോകുന്നത് കൊണ്ടുവന്ന് ഇറങ്ങിച്ചുവാ,
കടുകൊരു ചെടിയാണെന്നും ബൈബിൾ ഇങ്ങനെയൊക്കെ എഴുതുമെന്നും ഒക്കെ നിന്നങ്ങ് തട്ടിവിടുക. ആദ്യം സാറ് ഇതൊന്ന് പോയി കാണും, ഇല്ലെങ്കിൽ നെറ്റിൽ അടിച്ചു നോക്കിയാൽ മതി. ഒന്നാമത് ഇതെല്ലാം ഗൂഗിൾ യൂണിവേഴ്സിറ്റി പഠിച്ചിട്ടായി അടിക്കുന്നത്, മനസ്സിലായില്ലേ? വാട്സാപ്പ് സർവകലാശാലയിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ വെച്ചാൽ ഈ നിരീശ്വരന്മാരെല്ലാം തട്ടിവിടുന്നത്. ഞാനിത് പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഓർക്കുന്നത്, ക്ഷമിക്കണം. നിരീശ്വരന്മാരുടെ പിണക്കമൊന്നുമില്ല. ഈ നിരീശ്വരന്മാർ വിശ്വാസികളെ മുഴുവൻ കാണുന്നു, ആശാമ്പള്ളിക്കൂടം പോയി കണ്ടിട്ടില്ലാത്തവർന്നുള്ള നിലയിലാണ്. അതുകൊണ്ട് ഇവർ കൂടെ പറയും ശാസ്ത്രത്തോട് ചേർന്ന് നടക്കണം, ശാസ്ത്രം ഭയങ്കര സംഭവമാണ്. ഇത് കേട്ടാൽ ഈ പുള്ളിയുടെ അളിയനാ ശാസ്ത്രവും നമുക്ക് തോന്നും. ഏറ്റവും സ്നേഹമുള്ള പെങ്ങളെ വിവാഹം കഴിച്ച ആളാണ് ഈ ശാസ്ത്രം. ഒന്നുമല്ല, അത് കേട്ടോ സ്നേഹിത, ലോകോത്തര ശാസ്ത്രജ്ഞന്മാർ, ലോകത്തിലെ പ്രമുഖന്മാരായ ശാസ്ത്രജ്ഞന്മാരുടെ ഒരു നിരയെടുത്താൽ അതിൽ 90% ബൈബിൾ വായിക്കുന്ന ആളുകളായിരുന്നു, അതിൻ്റെ അനുഗാമികളായിരുന്നു. ഒത്തിരി പറയാനുണ്ട്, അതൊക്കെ എൻ്റെ വിഷയം വിട്ടുപോകും, എങ്കിലും ഒന്ന് സൂചിപ്പിക്കാം. ഞാനൊരാളോട് ചോദിച്ചതാണ്, ആട്ടെ നിങ്ങളുടെ ഈ സംഭാവന പറയൂ, ശാസ്ത്രത്തിന് കൊടുത്ത സംഭാവന. ശാസ്ത്രത്തിനും മറ്റും നൽകിയ സംഭാവനകളെ വിശകലനം ചെയ്യുമ്പോൾ പ്രതിഭാശാലികൾക്ക് കൊടുക്കുന്നൊരു പുരസ്കാരമുണ്ട്, നോബൽ പ്രൈസ്. ലോകത്തിൽ 69% നൊബേൽ പ്രൈസ് കരസ്ഥമാക്കിയത് യേശുവിൻ്റെ അനുഗാമികളും യഹൂദന്മാരും ചേർന്നാണ്. 69%. നൊബേൽ പ്രൈസ് വിന്നേഴ്സായ നിരീശ്വരന്മാരുടെ കണക്കെടുത്താൽ 9%. അതും സാഹിത്യത്തിനാണ്, കഥ എഴുതിനാണ്. മനസ്സിലായോ? ഇതിന് കിട്ടിയാണ്. അല്ല ഗവേഷണത്തിനും ശാസ്ത്രത്തിനുമല്ല. എവരാ വന്നിട്ട് അളിയനാന്ന് പറഞ്ഞ് ശാസ്ത്രത്തെ നമ്മളോട് പരിചയപ്പെടുത്തുന്നത്. വൈദ്യുതിയുടെ പിതാവും മൈക്കൽ ഫാരഡെ, എന്നെപ്പോലെ പ്രസംഗിക്കുന്ന, എന്നെപ്പോലെ ഞാൻ പറഞ്ഞ ഇതേ ശൈലിയിലല്ല പ്രസംഗിക്കുന്ന, നമ്മളെക്കാൾ ഉജ്ജ്വലമായി പ്രസംഗിക്കുന്ന ഒരു ദൈവദാസനായിരുന്നു. കോവിൽക്കാലത്ത് സുലഭമായി ആഹാരം കഴിച്ചല്ലോ നമ്മളൊക്കെ. ഇത്രയും കിറ്റൊക്കെ കിട്ടി എങ്ങനെ? ആരായി സുലഭമായിട്ട് അരിയും മറ്റുൽപ്പന്നങ്ങളും പ്രൊഡ്യൂസ് ചെയ്തത്? ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ വളർച്ചയാണ്. അതിൻ്റെ കാരണം അത്യുൽപാദന ശേഷിയുള്ള വിത്തുകളുടെ കണ്ടുപിടുത്തമാണ്. അതിൻ്റെ പിന്നിലെ ശാസ്ത്രമെന്താ? അത് ജനറ്റിക് എഞ്ചിനീയറിംഗ് ആണ്. അതിൻ്റെ പിതാവ് ഗ്രിഗർ മെൻഡൽ ആരായിരുന്നറിയണ്ടേ? കുർബാന അർപ്പിക്കുന്ന, കുപ്പായം ധരിച്ച ഒരു കത്തോലിക്ക പുരോഹിതനായിരുന്നു, അച്ഛനായിരുന്നു. അങ്ങനെ ക്രൈസ്തവ സഭയുടെ ആകത്തുക എടുത്താൽ ലോകത്തിൽ ഏറ്റവും അധികം വിജ്ഞാനപരമായ ചിന്തകളെ ആ എല്ലാ മണ്ഡലങ്ങളിലും സംഭാവന ചെയ്തതിൽ നമുക്കുള്ള പങ്ക് വലുതാണ്. ഇനി അതും വിടാം, നമ്മുടെ സ്വന്തം ഒരു കക്ഷിയുണ്ട്. വീണ്ടും ജനനുഭവം പ്രാപിച്ച, യേശുവിനെ കർത്താവിൻ്റെ രക്ഷിതാവുമായി സ്വീകരിച്ച, ഒരുതരം വിഗ്രഹങ്ങളെയും ആരാധിക്കാത്ത, ബൈബിളിലെ ദാനിയേൽ വെളിപ്പാട് പുസ്തകങ്ങൾക്ക് വ്യാഖ്യാനം ചമച്ച അനുഗ്രഹീതനായൊരു കർത്തൃദാസൻ, പേര് ഐസക് ന്യൂട്ടൺ എന്ന് പറയും. മനസ്സിലായോ? ന്യൂട്ടൺ എഴുതിയ പുസ്തകമൊക്കെ യുവദേശിയുടെ കയ്യിലുണ്ട് ഇഷ്ടം പോലെ. ഞാൻ കമ്പനിക്ക് കത്തെഴുതി, എന്ത് വില കൊടുത്തും ഞാനത് വാങ്ങിക്കാം. ഒത്തിരി എൻ്റെ കത്ത് കണ്ടു മടുത്തപ്പോൾ അവർ സൗജന്യമായിട്ട് അയച്ചു. മനസ്സിലായില്ലേ? കൈ വച്ചിരിക്കും ഇവന്മാർ ചോദിച്ചാൽ. പക്ഷെ വരികയില്ല, ചുമ്മാ ഈ ആളില്ല പോശി ഗോൾ അടിക്കാതെ നിങ്ങൾ ചർച്ചയ്ക്ക് വന്നേ, ബാക്കി അവിടെ കാണാതെ ഗോതയിൽ കാണാതെ. മനസ്സിലായില്ലേ? ഇല്ല വീട്ടിൽ ചെന്ന് കിടന്ന് വെല്ലുവിളിച്ചിട്ട് കാര്യം വല്ലതുണ്ടോ? വാ, ഞാൻ സ്നേഹബുദ്ധിയാൽ ക്ഷണിക്കുകയാണ്. കാരണം നമ്മളിലെ ചില കുട്ടികളെങ്കിലും തെറ്റിപ്പാനിടയുണ്ട്. ഇത്തരം അഡ്വർടൈസ്മെൻ്റൊക്കെ കാണുമ്പോൾ ഇവരും ശാസ്ത്രവും കൂടെ കണ്ട് ഭയങ്കര ബന്ധമാണ്. നമ്മുടെ ബന്ധം ഇല്ലെന്ന്, നമ്മുടെ ഒരു ബന്ധമില്ലെന്ന്. പോട്ടെ, അപ്പോൾ പറഞ്ഞു വന്നതേ ഈ കടുകുമരത്തിൻ്റെ കാര്യം പറഞ്ഞൊരല്പം വഴിമാറിപ്പോയതാണ്. ചിലതരം അനിവാര്യതകളുടെ പേരിൽ മാറിപ്പോയതാണ്, ശ്രദ്ധിച്ചിരിക്കണം. ഇപ്പം യേശു ഒരു ദിവസം ഈ ശിഷ്യന്മാർ യേശുവിനെ ദേവാലയത്തിൻ്റെ പണി കാണിക്കാൻ കൊണ്ടുവന്നു. ദേവാലയത്തിൻ്റെ പണി അത്ര മോശമല്ല. കാരണം പണ്ട് സോളമൻ പണി കഴിപ്പിച്ചതും ബാബിലോണ്യ ചക്രവർത്തി നെബൂഖദ്നേസർ ഇടിച്ചു നിരത്തിയതും പിൽക്കാലഘട്ടത്തിൽ ഹെരോദ പുതുക്കിപ്പണിതതുമായ ഒരു ദേവാലയം. വളരെ രസാവഹമാണത് കാണാൻ, വളരെ മനോഹരമാണ്. അല്ല, ഒരു ദേവാലയം കണ്ടിട്ട് അത് മനോഹരമാണ് എന്ന് സമ്മതിക്കാൻ ബുദ്ധിമുട്ടുമല്ലോ ഉണ്ടോ? ഒരു വീട് കണ്ടിട്ട് അത് നല്ലതാണെന്ന് പറയുന്നതിന് ചില കൊല്ലുണ്ടോ? ചില പുള്ളികൾ അത് സമ്മതിക്കില്ല. ഇവിടെ എന്തെങ്കിലും ഒരു കുറ്റം കണ്ടുപിടിച്ചിട്ടേ പോലുള്ളൂ. ഒരുത്തൻ മനോഹരമായ താജ്മഹൽ കണ്ടിട്ട് പറയാം സംഗതിയൊക്കെ കൊള്ളാം, പക്ഷേ ഇത് പൊളിക്കാൻ വലിയ പാടാണ്. അതൊരാവശ്യം വന്നാൽ, ഒരാവശ്യം നാളെ വന്നു കഴിഞ്ഞാൽ ഇത് പൊളിക്കണമല്ലോ, എന്തൊരു ബുദ്ധിമുട്ടായിരിക്കും. ഇങ്ങനെ കുറേ മനുഷ്യരുണ്ട് ലോകത്ത്. ഞാനൊരു ചെറിയ വീട് പണിയാം. എന്നോട് വളരെ സ്നേഹമുള്ളൊരു മനുഷ്യൻ പറഞ്ഞു,
അൽക്കാരനായൊരു അച്ഛനാണ്. അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, സാറേ വീട് പണിയാന്നൊക്കെ മനസ്സിലായി, പക്ഷെങ്കിൽ സാറിന് പഴയ പാൻറ്റും എല്ലാം ഉണ്ടോ? ഞാൻ പറഞ്ഞുകൊണ്ട് നീ ഞാനത്തെ പുള്ളി പണിക്ക് സഹായിക്കുകയാണ്. അവസാനം പറഞ്ഞു, ഈ വീടിൻ്റെ മുമ്പിൽ നമുക്കൊരു കോലം വെക്കാനാണ്, നമ്മുടെ പഴയ പാൻറ്റും ഒക്കെ വെച്ച് നമുക്ക് ക്ലോൺ ചെയ്തൊരു ഡ്യൂപ്ലിക്കേറ്റിന് ഉണ്ടാക്കാൻ പോകാം പുള്ളി. എനിക്ക് ആശയം മനസ്സിലാക്കിയപ്പോൾ ഞാൻ പറഞ്ഞു, വേണ്ട, അച്ഛനൊക്കെ ഇവിടെ ഉണ്ടല്ലോ എപ്പോഴും, ഇവിടെ പരിസരത്തൊക്കെ തന്നെ കാണുമല്ലോ, ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയെന്ന് ഞാൻ പറഞ്ഞു. പിന്നെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, ചിലരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയൊക്കെ ചില ചിന്തകളുണ്ട്. ഒരു കാര്യം കണ്ടാൽ അതിനകത്ത് എന്തോ ഒരു കുഴപ്പമുണ്ടോ അല്ലേ? ഏതാണ്ടൊരു കുഴപ്പം. ദേവാലയം കാട്ടിയിട്ട് യേശുവിനോട് ചോദിച്ചു, എങ്ങനുണ്ട്? കർത്താവ് പറഞ്ഞാൽ മതി, കൊള്ളാം, നന്നായിരിക്കുന്നു, ഒരു കുഴപ്പമില്ലാത്തൊരു വാക്ക്, നിരുപദ്രവകരമായ ഒരു വാക്ക്, നന്നായിരിക്കുന്നു, ഒരു പ്രോത്സാഹനം. കർത്താവരെ നോക്കി പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു, കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ ഈ സ്ഥാപനം തകരുന്ന ഒരു കാലം വരും. ശിഷ്യന്മാർക്ക് അമ്പരപ്പ്. കാരണം എത്ര മനോഹരമാണ് യെരൂശലേം ദേവാലയം. മാർബിളിൽ വിരിയിച്ചെടുത്തൊരു മനോഹര കവിതയല്ലേ, ഒരു വിസ്മയമല്ലേ യെരൂശലേം ദേവാലയം. മുത്തുകൾ കൊണ്ട് അലങ്കരിച്ച പത്മരാഗക്കല്ലും ഗോമേതകവും വജ്രവുമൊക്കെ കൊണ്ട് മനോഹരമാക്കിയ കോടികൾ വിലമതിക്കുന്ന ഈ മനോഹരമായ ദേവാലയം കണ്ടിട്ട് കൊള്ളാം എന്ന് പറയേണ്ടതിന് പകരം ഈ ദേവാലയത്തെ പണികഴിപ്പിച്ചവന്റെ അനന്തരതലമുറ നിൽക്കവേ അവരെ നെഞ്ചു കുത്തിപ്പൊളിക്കുമാറ് നാരായമുന പോലെ നീണ്ട വാക്കുകൾ അത് കണ്ടവരമ്പരന്നു. യേശു പറഞ്ഞു, കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ ഈ ദേവാലയം തകരും. ഇത് പറഞ്ഞിട്ട് യേശുവും ശിഷ്യന്മാരും ഒലിവുമലയുടെ മുകളിൽ വന്നിട്ട് ഇപ്പൊ താഴേക്ക് നോക്കിയാൽ യെരൂശലേം കാണാം. അത് മൊട്ടക്കുന്നുകളാണ്, താഴെ കിടക്കുകയാണ്. അങ്ങനെ താഴെ നോക്കുമ്പോൾ ശിഷ്യന്മാർക്ക് ഭയങ്കര വിഷമം. ഇതെന്തിനാ പൊളിക്കുന്നത്? അത് യേശു വരുന്നേ വന്നാൽ പോരെ, ഇത് പൊളിച്ചിട്ട് വരണോ? അതെന്തൊരു ഏർപ്പാടാണ്. ഇത് തുറന്ന് ചോദിക്കാനും മടി ഉണ്ടായെങ്കിലും മിക്കവാറും പത്രോസായിരിക്കും. പുള്ളിയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഓപ്പൺ ചെയ്യുന്നത്. എല്ലാവരുടെ കൂടി ഈ പത്രോസിനെ ഇങ്ങനെ കുത്തിവിട്ടു. ഇയാളൊന്ന് ചോദിച്ചു ബാക്കിയുള്ളവർക്ക് പേടിയാ. നമ്മൾ ഈ കാണുന്ന പോലെ മഷിയാചരിത്രത്തിൽ കാണുന്ന പോലെ ആ കക്ഷിയല്ല യേശു. കളി മാറും, ഗൗരവ സംഗതി പാളിയാ വിളിക്കുന്ന സാത്താനെ എന്നൊക്കെയാണ് കൂടെ ഉള്ളവരെ. വിശേഷിച്ച് പത്രോസിന് നല്ല അനുഭവമുണ്ട്. എന്തും വരട്ടെ ഗുരു, ഒരു ചോദ്യം ചോദിക്കുക. നിയമം ഒരു കാര്യം പറഞ്ഞല്ലോ, അത് എപ്പോൾ സംഭവിക്കും? നിന്റെ വരവിനും യുഗാവസാനത്തിനും, ലോകാവസാനമല്ല, തിരുത്തിക്കോണം, യുഗാവസാനത്തിനും അടയാളമെന്തെന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരണം. തുടർന്ന് യേശുവിൻ്റെ ഒരു മനോഹര പ്രസംഗം. അപ്പോഴാ ശിഷ്യന്മാർക്ക് തോന്നി ചോദിക്കേണ്ടതായിരുന്നു. കാരണം പത്രോസിനെ പോലൊരുത്തനുള്ളതുകൊണ്ടാണ് ഇങ്ങനൊരു പ്രസംഗം നമുക്ക് കിട്ടിയേ. അല്ലെങ്കിൽ സഭ വിജയിക്കുന്ന ബുദ്ധിമാൻ്റെ ആ കഴിവിലല്ല. വിഡ്ഢികളെന്ന് ലോകം ചാപ്പകുത്തിയ കുറേ പാവം മനുഷ്യനകത്തുണ്ട്. അങ്ങനെയാ അദ്ദേഹം ചോദിച്ചു. യേശുവിൻ്റെ ഒരു മറുപടി, അതിൻ്റെ പ്രവാഹം. അതിൽ യേശു പറഞ്ഞു, ആരും നിങ്ങളെ തെറ്റിക്കരുത്. എൻ്റെ നാമം ധരിച്ച് പലരും വരും, കള്ളപ്രവാചകന്മാർ പലരും എഴുന്നേൽക്കും. ഇങ്ങനൊരു പ്രവചന പരമ്പര, അത് 100% നിറവേറി. ഇത് നിങ്ങൾക്കറിയാം, സകല വ്യാജപ്രവാചകരും പറയുന്നത് യേശു പറഞ്ഞ ആളാണെന്നാണ്. എന്താ വേറൊരു പേര് പറയാത്തേ? ഇയാൾക്കറിയാം, പറയാൻ കൊള്ളാവുന്നൊരു പേര് യേശുവിൻ്റെ പേരാ. ഈ കെയറോഫിൽ അടിച്ചാലേ ഏക്കൂ. ഹല്ലേലൂയ. ഏതായാലും കർത്താവ് പ്രവചിച്ചു. അവിടുന്ന് ആഴ്ചകൾക്കുള്ളിൽ യേശു അറസ്റ്റ് ചെയ്യപ്പെട്ടു. ദിവസങ്ങൾക്കുള്ളിൽ വിചാരണ ചെയ്യപ്പെട്ടു, ക്രൂശിക്കപ്പെട്ടു, മരിച്ചടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. AD 30 ഒരു ഏപ്രിൽ മാസത്തിൻ്റെ ഏതാണ്ട് ആരംഭഘട്ടത്തിൽ യേശു നടത്തിയ മനോഹരമായ പ്രവചനം, അല്ലെങ്കിൽ മാർച്ച്. ആ പ്രവചനത്തിനൊടുവിൽ ആഴ്ചകൾക്കുള്ളിൽ, ദിവസങ്ങൾക്കുള്ളിൽ ക്രൂശിക്കപ്പെട്ട യേശു ഏതാണ്ട് 40 വർഷം കൂടി അവിടെ നിന്ന് കഴിഞ്ഞ് ഈ പറയപ്പെട്ട പ്രവചനം നിവൃത്തിയായി. ഞാൻ അതിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. ആ തലമുറയുടെ കൺമുമ്പിൽ കാണത്തക്ക വിധം ആ പ്രസംഗം കേട്ട് പകർത്തി എഴുതിയവരുടെ കാതിനും കണ്ണിനും അന്യമാകാത്ത വിധം ആ തലമുറയ്ക്ക് മുമ്പിൽ ആ പ്രവചനം നിറവേറിക്കാട്ടി.
എന്താണ് സംഭവിച്ചത് എന്ന് ഞാൻ പറയാം. ഞാൻ ആദ്യം പറഞ്ഞ ചരിത്രം നിങ്ങൾക്കല്പം മുഷിവ് തോന്നുമെങ്കിലും വളരെ അനിവാര്യമായ ഒരു കാര്യമാണ്. ഇത് പറഞ്ഞ് എനിക്ക് അവസാനിപ്പിക്കാൻ പറ്റൂ. ശ്രദ്ധിച്ചിരിക്കണം. മനസ്സിലാകുന്നുണ്ടോ? ജെറുസലേം ഓർക്കുന്നുണ്ടോ? 5 മല, യബൂസ്യനായ ഓർന്നാണ്ടകളം, മനോഹരമായ ഗോൽഗത, ഉത്തരഗിരിയായ സിയോൻ, അപ്പുറത്ത് അബ്രഹാം ഇസ്ഹാക്കിനെ യാഗം കഴിച്ച മോറിയ, അത്രയും ചേർന്ന് കിടക്കുന്ന ഇടം, താഴെ കിദ്രോൻ തോട്, അപ്പുറത്ത് ഒലിവുമല, അപ്പുറത്ത് ബെഥാന്യ, ഇങ്ങേ സൈഡിൽ ഗത്സമന. ഇവിടെ നിന്ന് യേശു പ്രവചിച്ചു. ഈ പട്ടണത്തെ ചുറ്റി 8 പ്രധാന ഗോപുരങ്ങളുണ്ടായിരുന്നു, കവാടങ്ങൾ. ആ 8 ഗോപുരങ്ങളിൽ 7 ഗോപുരങ്ങളും ഓരോ കാലഘട്ടത്തിൽ തകരും പുതുക്കിപ്പണിയും, തകരും പുതുക്കിപ്പണിയും, അങ്ങനെയാണ്. പക്ഷേ ആർക്കും തുറക്കാനാവാതെ അതിൻ്റെ ഒരു കവാടം അടഞ്ഞു കിടപ്പുണ്ട്. ഞാനിന്ന് രാത്രി പ്രസംഗിക്കുന്ന വേളയിൽ പോലും ആർക്കും തുറക്കാനാവാതെ യെരുശലേമിൻ്റെ ഒരു വാതിലടഞ്ഞു കിടക്കുന്നു. മനുഷ്യൻ ബുൾഡോസറുകൾ കണ്ടുപിടിച്ചു, അത്യാധുനികങ്ങളായ യന്ത്രങ്ങൾ കണ്ടുപിടിച്ചു. ഇടിച്ച് നിലംപരിചാക്കാൻ പലയാവർത്തി ശ്രമിച്ചിട്ടും ആർക്കും തുറക്കാനാവാതെ അടച്ചു സീൽ ചെയ്ത ഒരു വാതിൽ ജെറുസലേമിനുണ്ട്. അതിൻ്റെ രഹസ്യം വെളിപ്പെടുത്തിക്കൊണ്ട് നമുക്ക് തുടരാം. എസെക്കിയേൽ പ്രവചനം 43-ാം അധ്യായം 1-ാം വാക്യത്തിൽ അതിൻ്റെ രഹസ്യം വെളിപ്പെടുത്തുന്നുണ്ട്. എന്തുകൊണ്ട് ഈ വാതിൽ അടഞ്ഞു കിടക്കുന്നു? അനന്തരം അവൻ എന്നെ ഗോപുരത്തിങ്കിലേക്ക്, കിഴക്കോട്ടുള്ള ഗോപുരത്തിങ്കിലേക്ക് തന്നെ കൊണ്ടുചെന്നു. അനന്തരം അവൻ എന്നെ കിഴക്കേ ഗോപുരത്തിൻ്റെ അരികിലേക്ക് മടക്കിക്കൊണ്ടുചെന്നു. ഇതൊരു ദർശനമാണ്. ക്രിസ്തുവിനും ഏതാണ്ട് 600 വർഷങ്ങൾക്കപ്പുറത്ത് എസെക്കിയേൽ കാണുന്ന ദർശനമാണ്. എസെക്കിയേൽ ദർശനത്തിൽ കാണുന്ന രംഗം നിങ്ങളൊന്നുകൂടി കേൾക്കണം. അവൻ എന്നെ ആത്മാവിൽ കിഴക്കേ ഗോപുരത്തിൻ്റെ അരികിലേക്ക് മടക്കിക്കൊണ്ടുചെന്നു. അപ്പോൾ ഇസ്രായേലിന്റെ ദൈവത്തിന്റെ തേജസ് കിഴക്ക് വഴിയായി വന്നു. അതിന്റെ മുഴക്കം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ ആയിരുന്നു. അപ്പോൾ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ തേജസ് കിഴക്ക് നിന്ന് പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ പ്രവേശിക്കുന്നത് കണ്ടു. എവിടെ നിന്നാണ്? അങ്ങകലെ ഒലിവുമലയിൽ നിന്ന് ഒരു മഹാപ്രവാഹം പോലെ, വെള്ളപ്പാച്ചിൽ പോലെ ദൈവത്തിൻ്റെ തേജസ് ഈ വാതിലിലൂടെ പ്രവേശിക്കുന്നത് ഞാൻ കണ്ടു. ഇനി 44-ന്റെ ഒന്ന് വായിക്കണം. അനന്തരം അവൻ എന്നെ വിശുദ്ധ മന്ദിരത്തിന്റെ കിഴക്കോട്ട് ദർശനമുള്ള പുറത്തെ ഗോപുരത്തിങ്കിലേക്ക് മടക്കിക്കൊണ്ടുവന്നു. അനന്തരം അവൻ എന്നെ ഇതേ ഗോപുരത്തിന്റെ അരികിലേക്ക്, കിഴക്കോട്ട് ദർശനമുള്ള ഒലിവുമലയ്ക്ക് അഭിമുഖമായി ദർശനമുള്ള ഗോപുരത്തിന്റെ അരികിലേക്ക് മടക്കിക്കൊണ്ടുവന്നു. എന്നാൽ അത് അടച്ചിരുന്നു. എന്നാൽ ആ ഗോപുരം അടച്ചിരുന്നു. അപ്പോൾ യഹോവ എന്നോട് അരുളി ചെയ്തത്, ഈ ഗോപുരം തുറക്കാതെ അടച്ചിരിക്കണം. മനുഷ്യപുത്ര, ഈ ഗോപുരം തുറക്കാതെ അടച്ചിരിക്കണം. പിന്നെ ആരും അതിൽ കൂടി കടക്കരുത്. ആരും അതിൽ കൂടി കടക്കരുത്. ഇസ്രായേലിന്റെ ദൈവമായ യഹോവ അതിൽ കൂടി അകത്ത് കടന്നതുകൊണ്ട് അത് അടച്ചിരിക്കണം. ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ സാന്നിധ്യം, യഹോവയുടെ തേജസ് അതിൽ കൂടി അകത്ത് കടന്നിരിക്കൊണ്ട് അത് അടച്ചിരിക്കണം. എത്ര സാമ്രാട്ടുകൾ, എത്ര കരുത്തരായ സാരഥികൾ, യുദ്ധസന്നദ്ധരായ എത്ര ആളുകൾ, മഹാനായ അലക്സാണ്ടർ അടക്കം നിരവധി പേർ തേരോടിച്ചു വന്ന ആ മണ്ണിൽ ഇന്നും യെരുശലേമിൻ്റെ വാതിൽ അടഞ്ഞു കിടക്കുന്നു. അറബികൾ കൈയടക്കിയ ഈ ഭൂപ്രദേശത്ത് ഈ വാതിൽ തല്ലിത്തുറക്കാൻ 2 തവണ ശ്രമമുണ്ടായി. 70കളിൽ ഗ്രാൻഡ് മുഫ്തിയുടെ കാലത്ത്, അതിനു മുമ്പ് 1914 ഈ വാതിൽ തുറക്കാൻ നടത്തിയ 2 ശ്രമങ്ങളും പരാജയപ്പെട്ടപ്പോൾ പണ്ഡിത ശ്രേഷ്ഠന്മാരായ അറബികൾ യഹൂദന്മാരോട് ചോദിച്ചു, എന്തേ ഞങ്ങൾ ഇത്രയും വാതിൽ തുറന്ന് ഈ ആധിപത്യം പിടിച്ചെടുത്തിട്ടും ഈ വാതിൽ തുറക്കാനാവുന്നില്ല? മറുപടി ചിന്താ നിർഭരമായിരുന്നു. അവർ പറഞ്ഞു, നിങ്ങൾക്കെന്നല്ല, ആർക്കും ഇത് തുറക്കാനാവില്ല. പക്ഷെ ഒരു ദിവസം ഇത് തുറക്കും. എന്നാണത്? ഞങ്ങളുടെ പ്രതീക്ഷയായ മശിഹ രാജത്വം പ്രാപിച്ച് രാജാതി രാജാവും കർത്താതി കർത്താവുമായി ഇതുവഴി വരുമ്പോൾ അവൻ്റെ മുമ്പാകെ നിവരെ നിൽക്കാൻ കഴിയാതെ ഈ വാതിൽ മലർക്ക തുറക്കും.
അന്നടഞ്ഞു കിടന്ന വാതിൽ ഇപ്പോഴും കിടപ്പുണ്ട്. ഇതിനോട് ചേർന്ന് നിന്ന നമ്മുടെ സ്തെഫാനോസ് ദൈവവചനം പ്രസംഗിച്ച് കല്ലേറ് കൊണ്ട് മരിച്ചു വീണത്. അവിടെ കിടന്നുകൊണ്ട് ആ പുള്ളി പറയുന്നത്, ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും ദൈവപുത്രൻ പിതാവിൻ്റെ മഹിമയുടെ വലത്തുഭാഗത്തിരിക്കുന്നതും ഞാൻ കാണുന്നു. മനോഹര ദർശനങ്ങൾക്ക് വേദിയായ ആ സ്ഥലത്ത് ഇന്ന് അൽ അക്സ ടെമ്പിൾ എന്ന പേരിൽ ഒരു മോസ്കാണുള്ളത്. ഇനി അതിൻ്റെ അപ്പുറത്ത് മാറി മറ്റൊരു കാഴ്ച കാണാൻ കഴിയുന്നത് ഖലീഫ ഒമറിൻ്റെ കാലത്ത് പണി കഴിപ്പിച്ച മറ്റൊരു ദേവാലയം. അതിൻ്റെ പേര് ഒമറിൻ്റെ പള്ളി, ഡോം ഓഫ് ദ റോക്ക്. ഇസ്ലാമിക് ഖലീഫേറ്റിൻ്റെ കാലത്ത് സ്ഥാപിച്ച പള്ളിയാണ്. അപ്പോൾ ഈ സ്ഥലമൊന്നും ഇന്ന് ജൂതൻ്റെ പക്കലല്ല. അപ്പം ഞാൻ അതിൻ്റെ രാഷ്ട്രീയവും സാമൂഹ്യ സാഹചര്യങ്ങളും ഒക്കെ പറയേണ്ടതാണ്. എനിക്ക് അനുവദിച്ച സമയത്തിൻ്റെ പരിധിക്കുള്ളിൽ ഇത് തീർക്കേണ്ടതുണ്ട്. ശ്രദ്ധിച്ചിരിക്കണം എല്ലാവരും. ഇപ്പം ഈ സ്ഥലമൊക്കെ മനസ്സിലായി. ഇനി യെരുശലേം മറക്കരുത്. യേശു ഇവിടെ നിന്ന് പ്രവചിച്ചു. നമുക്ക് ഈ സ്ഥലം പിന്നെ വേണം, ഇങ്ങോട്ട് വരേണ്ടതാണ്. ശ്രദ്ധിക്കുന്നുണ്ടോ? നമുക്ക് ഇങ്ങോട്ട് വരണമെന്ന് ഇന്ന് മുഴുവൻ ക്രിസ്ത്യാനിക്കും പറ്റിയിരിക്കുന്നൊരു അബദ്ധം. മക്കൾ രണ്ടേ ഉള്ളൂ. ഒരുത്തൻ ടെക്സാസിൽ, ഒരുത്തൻ UK. അവനവിടെ അങ്ങ് താമസിക്കുക. കടയില്ല, വീടുമില്ല, വീടെല്ലാം പെരിച്ചാഴി കയറി അല്ലയ്യ. ഞാൻ മിനിയാന്നൊരു കല്യാണം നടത്തി. ആ കുഞ്ഞുങ്ങളോട് പറഞ്ഞു, മക്കളുണ്ടാകണം, പ്രാർത്ഥിക്കാൻ പോവാ. സ്തോത്രം. മക്കളുണ്ടാകുന്ന എന്തോ നാണക്കേടാന്ന് ധരിച്ചിരിക്കുക. സന്തോഷമില്ലേ? ആ, രണ്ടുപേരെയും മക്കളുണ്ടാകുന്നതിൻ്റെ സമൃദ്ധിയെപ്പറ്റി പറഞ്ഞുള്ളൂ. ഒന്ന് വചനമാണ്, മറ്റൊരാൾ കാൽമാക്സാണ്. മാർസ് പറഞ്ഞ് മക്കൾ ഒത്തിരി ഉണ്ടാകണമെന്ന് ബാബുച്ചാൻ അറിയില്ലായിരുന്നു. ആ, ബാബുച്ചാനോട് ചോദിക്കും. മാർസ് പറഞ്ഞെന്ന് ആൾക്കാർ ഭയപ്പെടുത്താൻ പറയും, തലമുറ ഒത്തിരി ഉണ്ടാകുന്നത് എന്തോ കുഴപ്പമാണ്, മനുഷ്യനപ്പോൾ പുത്തൻ സാങ്കേതിക വിദ്യ കണ്ടുപിടിക്കും, നിങ്ങൾ പേടിക്കാനൊന്നും ഇല്ലെന്ന്. അങ്ങനെ പറഞ്ഞാൽ ആ ബോധം പോലും ഇന്ന് പലർക്കും ഇല്ല. മനസ്സിലായില്ലേ? ആ, നമ്മുടെ നാട്ടിൽ ഒരു കാര്യം തുറന്നു പറഞ്ഞതിൽ പരിഭവിക്കരുത്, തീർത്ത് പറയാണ്. പണ്ടൊരു പ്രശ്നങ്ങളുണ്ടായി. ക്രൈസ്തവർക്ക് മക്കൾ കൂടുതലാണെന്ന് പറഞ്ഞ് വലിയ ചർച്ച നടന്നു പാർലമെൻറ്റിലൊക്കെ. ഭയങ്കര പ്രശ്നമായിരുന്നു. മക്കൾ കൂടുതലാണ്. ന്യൂനപക്ഷങ്ങളെ തെരഞ്ഞു പിടിച്ച് ആക്രമിക്കാൻ വേണ്ടി പദ്ധതി ഇട്ടു. നിങ്ങൾ പേരും നാളൊന്നും പൂരിപ്പിക്കരുത്, എന്നാൽ അത് ലൈവ് പോകുന്നുണ്ട്. എനിക്കിപ്പോൾ തന്നെ ആവശ്യത്തിന് പ്രശ്നങ്ങളുണ്ട്, നിങ്ങളായിട്ട് പ്രശ്നം ഉണ്ടാക്കരുത്. അങ്ങനെയൊന്നും നമ്മളെ വാക്കിൽ കുറിക്കാൻ ഒക്കില്ല. എങ്കിലും പറയേണ്ടത് പറയും വേണമല്ലോ. അപ്പോൾ തെരഞ്ഞു പിടിച്ചാക്രമിക്കുന്നതിൻ്റെ ഭാഗമായി അന്ന് രാജ്യം ഭരിച്ചിരുന്ന പ്രധാനമന്ത്രിയുടെ മകൻ ആഭ്യന്തരമന്ത്രിയെ റബ്ബർ സ്റ്റാമ്പാക്കി മാറ്റിക്കൊണ്ട് ആഭ്യന്തര വകുപ്പ് കയ്യിലെടുത്തു. അലിഗഡ് മുസ്ലിം സർവകലാശാലയിൽ നിന്നും ഉസ്മാനിയ സർവകലാശാലയിൽ നിന്നും ഒക്കെ പഠനം കഴിഞ്ഞ് പുറത്തു പോകുന്ന കുട്ടികളെ വണ്ടി തടഞ്ഞു. ആ കുട്ടികളെയൊക്കെ നിർബന്ധിത വന്ധ്യകരണത്തിന് വിധേയമാക്കി. അധ്യാപകരെ, വിവാഹം പോലും കഴിക്കാത്ത ആളുകളെയാണ് നരനായാട്ട് ഇവിടെ നടന്നു. പ്രസവിക്കാനുള്ള അമ്മയുടെ സ്വാതന്ത്ര്യത്തിനെതിരെ നിയമം പാസ്സാക്കാൻ തയ്യാറെടുത്തു. അതൊന്നും പാസ്സായില്ല. പോട്ടെ. നമ്മുടെ നാട്ടിൽ VR കൃഷ്ണയ്യർ ഒരു കമ്മിറ്റി പഠനമൊക്കെ നടത്തി. മക്കൾ കൂടുതലുണ്ടായാൽ ജയിൽ ശിക്ഷ കൊടുക്കണമെന്ന് വരെ ശുപാർശ വന്നു. ഈ പറഞ്ഞ കൃഷ്ണയ്യരൊക്കെ 9 പേരായിരുന്നു. ഞാൻ ആ ഇടയ്ക്ക് നമ്മുടെ ജാലകത്തിലോ മറ്റൊരു ലേഖനം എഴുതിയിരുന്നു. ഈ വാഹനത്തിൻ്റെ തൊട്ടു പിന്നിൽ ബസ്സിലെ പോകുമ്പോൾ ഒരു ബോർഡ് വായിച്ചോണം. സ്പീഡ് ലിമിറ്റ് ഇൻ ടൗൺ 35 കിലോമീറ്റേഴ്സ്. 35 കിലോമീറ്ററായി ടൗണിലൂടെയുള്ള ഗതാഗതത്തിൻ്റെ വേഗത നിയന്ത്രിച്ചിരിക്കുന്നു. ഇതെവിടെ എഴുതിയിരിക്കുന്നറിയോ? വണ്ടിയുടെ പുറകെ വരുന്ന ഡ്രൈവർ ഇത് വായിച്ച് അഡ്ജസ്റ്റ് ചെയ്തോണം, ഞാൻ എൻ്റെ സ്പീഡിൽ പോകുന്നു. മനസ്സിലായില്ലേ? ഇത്തരം പോഷത്തൊക്കെ കൊണ്ട് നടന്നേ. മുമ്പത്തെ കഥ മുഴുവിപ്പിച്ചില്ല. കേൾക്ക്, പിണക്കമൊന്നും തോന്നിയിട്ട് കാര്യമില്ല. പ്രസവിക്കാനുള്ള അമ്മയുടെ സ്വാതന്ത്ര്യത്തിനെതിരെ, ദൈവദത്തമായ അധികാരത്തിനെതിരെ നിയമം പാസാക്കാൻ ശ്രമിച്ച ഭരണാധികാരിക്ക് എന്തു പറ്റി? സ്വന്തം അംഗരക്ഷകർ നിറയൊഴിച്ച് ഉദരം നിറച്ചിട്ട് ഗർഭാശയം തുരന്ന് വെടിയുണ്ട വാരി പോസ്റ്റ്മോർട്ടം ടേബിളിലിട്ട് ഒരു മകൻ ആകാശത്ത് പൊലിഞ്ഞു, ഒരു മകൻ പെരുവടിയിൽ പട്ടു, തലയില്ല. തലമുറ എവിടെ? പഠിക്കണം ചരിത്രം. നിങ്ങൾ വേറൊന്നും ചിന്തിക്കേണ്ട, കളിക്കരുത് ദൈവത്തോട്. മര്യാദയ്ക്ക് പഠിച്ചോണം ആരാണെങ്കിലും.
സ്തോത്രം. പ്രസവിക്കാനുള്ള അമ്മയുടെ സ്വാതന്ത്ര്യത്തിനെതിരെ നിയമം പാസാക്കാൻ തയ്യാറെടുത്തവരെ കണ്ട് കരുതി വെച്ചു കാലം ചില കണക്ക് തീർക്കാൻ. അതിനാ വചനം പറയുന്നത് ഭരണാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. മനസ്സിലായോ? എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. ഭാര്യവും ബഹനവും സമശികയാ. മനസ്സിലായോ? എനിക്ക് ഹിന്ദി വലിയ ഇഷ്ടമായിരുന്നു. ഇപ്പോൾ എനിക്ക് ഹിന്ദി കേൾക്കുമ്പോഴേ പേടിയാണ്. ഹിന്ദി എവിടെയെങ്കിലും കേട്ടാൽ ഞാനിങ്ങനെ പോക്കറ്റിൽ തപ്പും. രൂപയുടെ മൂല്യം കുറഞ്ഞോ ആകെ ഒരു പേടിയാണ്. പ്രാർത്ഥിക്കണമെന്ന് എല്ലാവർക്കും വേണ്ടി, ഭരണാധികാരികൾക്ക് വേണ്ടി വിശേഷാൽ പ്രാർത്ഥിക്കണം. അങ്ങനെയല്ലേ? നമ്മൾ ഈ പ്രാർത്ഥിക്കാത്തതുകൊണ്ടാണ് ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോകുന്നു. പോട്ടെ, അപ്പോൾ വിട്ടുകളാതൊക്കെ. അപ്പോഴേ നമുക്ക് ഉള്ളടക്കത്തിലേക്ക് വരണം. ഇവിടുന്ന് എന്ത് പറ്റി? അടുത്തേക്ക് പോകാം. ദാ ഈ സ്ഥലത്തേക്ക് 40 ആണ്ട് കഴിഞ്ഞപ്പോൾ ഒരു സേനാനായകൻ കടന്നു വന്നു. രാജ്യം ഭരിക്കുന്ന ചക്രവർത്തിയുടെ സേനാനായകൻ ടൈറ്റസ് കൈസർ ഇതുവഴി വന്നു. ഈ ടൈറ്റസ് പിന്നെ ചക്രവർത്തിയാകുന്നുണ്ട്. അയാളെ അന്നറിയപ്പെട്ടത് സേനാനായകനായിട്ടാണ്. അയാൾ സേനാനായകനാണ്. അയാൾ ഈ ഒലിവുമലയിൽ വന്നു. ഒലിവുമല കണ്ടു, ജെറുസലേം കണ്ടു. ഇതിനകത്ത് യഹൂദന്മാരുടെ വലിയ കേന്ദ്രങ്ങളാണ്, പഠന കേന്ദ്രങ്ങളുണ്ട്, ആയുധപ്പുരകളുണ്ട്. ഒരു ബദൽ രാജ്യം പോലെ, ഒരു സ്വതന്ത്ര രാജ്യം പോലെ റോമൻ സാമ്രാജ്യത്തിൽ അവർ കൊണ്ടു നടക്കുക. അവിടെ കയറാൻ വലിയ പാടാ. തന്ത്രശാലിയായ ടൈറ്റസ് പറഞ്ഞു, ആയുധം കൊണ്ടുള്ള ഏർപ്പാട് വേണ്ട, ചോരചൊരിയൊന്നും വേണ്ട. പക്ഷേ അകത്ത് കിടക്കുന്ന ഒറ്റ ഒരുത്തനെ പുറത്ത് വിടരുത്. ഈ മുഴുവനേറിയും വളയണം. മുഴുവനിടങ്ങളും നമ്മുടെ പട്ടാളത്തെ സജ്ജീകരിച്ച് നിർത്തണം. ഒരു പഴുതുമുണ്ടാകാൻ പാടില്ല. പട്ടാളക്കാർ, റോമൻ പട്ടാളക്കാർ ഊരിപ്പിടിച്ച വാളും കൊണ്ട് 8.3 ഏക്കർ വിസ്തൃതി വരുന്ന യെരുസലേമിൻ്റെ ആ കോമ്പൗണ്ട് മുഴുവൻ വളഞ്ഞു. 8 വാതിലും വളഞ്ഞു. ഒരുത്തനും പുറത്ത് കിടക്കാനാവാതെ ശ്വാസം മുട്ടിച്ചു. യേശു ഇതിനു മുമ്പേ പറഞ്ഞു, സൈന്യങ്ങൾ യെരുസലേമിനെ വളഞ്ഞിരിക്കുന്നത് കാണുമ്പോൾ അതിൻ്റെ ശൂന്യകാലം അടുത്തു എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. സൈന്യം വളഞ്ഞു ഈ ദേശത്തെ. ഏതാനും ചില മാസങ്ങൾ അകത്ത് കുടുങ്ങിപ്പോയവർക്ക് രക്ഷയില്ലാതായി. ഭക്ഷ്യവസ്തുക്കൾ തീർന്നു. ചെറുത്തുനിൽപ്പിന്റെ ശേഷി ഭക്ഷ്യവസ്തുക്കളാക്കി മാറ്റി. ഒട്ടകങ്ങളെ ഭക്ഷിക്കാൻ തുടങ്ങി. ചില നാളുകൾക്കുള്ളിൽ ചത്തൊടുങ്ങി, ഭക്ഷണം കിട്ടാതെ ചത്തൊടുങ്ങിയ, ഇര കിട്ടാതെ ചത്തുപോയ മൃഗങ്ങളുടെ മാംസം പോലും, ചത്തുപോയ മൃഗങ്ങളുടെ മാംസം പോലും ഭക്ഷിക്കാൻ തുടങ്ങി. കുറെ കഴിഞ്ഞു. ഭക്ഷ്യവസ്തുക്കളൊന്നായി തീരുമ്പോൾ സ്വന്തം ചെരുപ്പ് കടിച്ചു മുറിച്ചു തിന്നു, സ്വന്തം വസ്ത്രം കടിച്ചു മുറിച്ചു തിന്നു. വിശപ്പിന്റെ ആധിക്യം, അതിന്റെ ഉൾവിളികൾ അവരെ ഭയാനകമായ അവസ്ഥയിലേക്ക് തള്ളിവിട്ടു. ചില ഭ്രാന്തന്മാരായി മാറി. അകത്ത് മുഴുവൻ കണ്ണീരിന്റെ ആരവാരം, സ്ത്രീകളുടെയും കുഞ്ഞുങ്ങളുടെയും വിലാപം, ജീവച്ഛവങ്ങളായി കുഞ്ഞുങ്ങൾ മരണം ഒരു സർവ്വസാധാരണ സംഭവമായി മാറിയപ്പോൾ ടൈറ്റസ് പറഞ്ഞു, ആക്രമണം ശക്തിപ്പെട്ടു. കാര്യമായി ചെറുത്തുനിൽപ്പൊന്നുമില്ല. പിടഞ്ഞു വീഴുന്ന ശവശരീരങ്ങളുടെ മുകളിലൂടെ റോമൻ പടയാളികൾ കുതിരകളെ പായിച്ചു. സ്ത്രീകളുടെ പിഞ്ചോമനകളുടെ ശരീരത്തിലൂടെ കുതിരപ്പടകൾ ഇരമ്പിപ്പായുമ്പോൾ യേശു പറഞ്ഞ പ്രവചനത്തിന്റെ അടുത്തടുത്ത ഭാഗങ്ങൾ നിറവേറുകയായിരുന്നു. യെരുസലേമേ, യെരുസലേമേ, ഇന്നാളിൽ നിന്റെ സമാധാനത്തിനുള്ളത് നീയും കരുതിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ഇത് ദൈവത്താൽ, ഈ വാക്കുകൾ ദൈവത്തിൻ്റെതെങ്കിലും ദൈവം അയച്ചിട്ട് വരുന്നല്ലിത്. ചിലതരം അനർത്ഥങ്ങൾ ദേശത്ത് വരുമ്പോൾ, തമ്പുരാന്റെ ആലോചന കേൾക്കുമ്പോൾ ദൈവത്തിന്റെ മക്കൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ പറയുന്നതിന്റെ പിന്നിലെ ചേതോവികാരം എന്താണ്? പ്രാർത്ഥന അപകടങ്ങളെ മാറ്റിമറിക്കും. പ്രാർത്ഥന അപായ സൂചനകളെ മുൻകൂട്ടി തെരിയുമ്പോൾ അതിജീവിക്കാൻ ആവശ്യമായ കരുത്ത് നൽകും. അതുകൊണ്ട് നാളുകൾക്കപ്പുറത്ത് സഭയിൽ ഒരു ഉപദ്രവം ഉണ്ടായിട്ട് സഭ ചിതറിപ്പോയി എങ്കിലും ആ ചിതറൽ കണ്ടു നിന്നവർക്ക് ഒരു തോൽവിയായി തോന്നിയെങ്കിലും ആ ചിതറിപ്പോയവർ അവിടെയായി വചനം പ്രസംഗിച്ചപ്പോൾ മൂടുലോകത്തിലും യേശുവിന്റെ ഉയർത്തുന്ന ഒരു ജനാവലി രൂപപ്പെട്ടെങ്കിൽ ചിലതരം പീഡകൾ, ചിലതരം പ്രയാസങ്ങൾ, ചിലതരം പ്രതിസന്ധികൾ ഭക്തന് നേരിടുന്നതിന്റെ പിന്നിൽ ദൈവത്തിന്റെ പ്രവൃത്തി കൊണ്ട് അത് തിരിച്ചറിയുക. ഈ പ്രതികൂലങ്ങൾ കാണുമ്പോൾ ഭക്തൻ മനസ്സിലാക്കേണ്ടത് ഇവിടെയും യേശു ജയമെടുക്കും. അവന് തോറ്റ ചരിത്രമില്ല. ജയം മാത്രം ശീലമാക്കിയ ജയാളിയുടെ ശബ്ദം, അതാണ്
അതാണ് സുവിശേഷം. അതുകൊണ്ട് സുവിശേഷം മൂടുലോകത്തും പ്രചരിക്കാൻ അത് കാരണമായി. അപ്പോൾ സൈന്യങ്ങൾ യെരൂശലേമിനെ വളഞ്ഞു, യെരൂശലേം തകർന്നു. ഒറ്റ വാക്കിൽ ഇങ്ങനെ പറഞ്ഞു നിർത്താം, യെരൂശലേമിന് തീയിട്ടു പടയാളികൾ. യെരൂശലേം കൈക്കൊമ്പിളിൽ വാരിയെടുത്തു മാറ്റാവുന്ന ഒരു പിടിച്ചാരം. ദിവസങ്ങൾക്കുള്ളിൽ തീ അണഞ്ഞു. ആളുകൾ നാലുപാടും പലായനം ചെയ്തു. ടൈറ്റസിനോട് ആരോ പറഞ്ഞു, പ്രഭോ, കോടികൾ വിലമതിക്കുന്ന സ്വർണം തീയിൽ വെന്ത് കിനിഞ്ഞ് ഈ അടിത്തറയിൽ എവിടെയോ കിടപ്പുണ്ട്. ഇരുമ്പ് കലപ്പകൾ കൊണ്ടുവന്ന് മൃഗങ്ങളെ കൊണ്ട് കെട്ടി ഉഴുത് പടുകുറ്റൻ ബ്ലോക്കുകൾ, കല്ലുകൾ, ചുണ്ണാമ്പ് കല്ലുകൾ കൊണ്ട് കെട്ടിയ അതിൻ്റെ മനോഹരങ്ങളായ അടിത്തറകൾ ഇളക്കി ഇളക്കി എറിയുമ്പോൾ യേശു പറഞ്ഞ പ്രവചനത്തിൻ്റെ 2ാം ഭാഗവും നിറവേറി. ഈ ശബ്ദമുള്ളവനെയാണ് നമ്മൾ വിളിക്കുന്നത് വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തൻ. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ നാവ് കൊണ്ട് യേശുവിനെ ഉയർത്താൻ നിങ്ങൾക്കൊരു മനസ്സുണ്ടെങ്കിൽ ഒന്നുറപ്പാ, അവിടുന്ന് വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തൻ, വാക്കുമാറാത്തവൻ. ഈ ദൈവം ഇന്ന് രാത്രിയും നമ്മോട് ഇടപെടുന്ന ദൈവമാണ്, സംസാരിക്കുന്ന ദൈവമാണ്. അകത്തും പുറത്തും ഇരുന്ന് വചനം കേൾക്കുന്നവർ ഹൃദയം തുറന്ന് പിടിക്കുമെങ്കിൽ ഒന്നുറപ്പാ, അവൻ വീണ്ടും വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായി നമ്മോട് ഇടപെടും. നമ്മുടെ ചിന്താധാരകളെ മാറ്റിമറിക്കും. പുത്തൻ ഉണർവുകൾ ജീവിതത്തിലേക്ക് പ്രദാനം ചെയ്യും. ഹല്ലേലൂയ. അവിടെ നിന്ന് ടൈറ്റസ് ഉത്തരവിട്ടു, ഒറ്റ യഹൂദനെ യെരൂശലേമിൽ കാണരുത്, പുറത്തു പോകണം. പോയി. അവിടുന്ന് ഒരു 50 കൊല്ലം കൂടി കഴിഞ്ഞു. രാജ്യം ഭരിക്കുന്ന ഹദ്രിയൻ ചക്രവർത്തി ഒരു ഉത്തരവിട്ടു, യെരൂശലേമിലെന്നല്ല, പാലസ്തീനിയായി ഒറ്റ യഹൂദനെ കാണരുത്. സത്യത്തിൽ ഈ പാലസ്തീൻ എന്ന പേര് പോലും ആവശ്യമില്ലാത്തൊരു പേരാണ്. യഥാർത്ഥത്തിൽ ഈ സ്ഥലത്തിൻ്റെ പേര് ഈ ഇസ്രായേൽ, അതിൻ്റെ ക്യാപിറ്റലാണ് ജെറുസലേം. റോമക്കാർ യഹൂദന്മാരെ അവഹേളിക്കാൻ അവരുടെ നിരന്തര ശത്രുക്കളായ ഒരു ജനതയുടെ പേരിട്ട് ആക്ഷേപിച്ചു. ദ ലാൻഡ് ഓഫ് ഫിലിസ്ത്യൻസ് എന്നർത്ഥത്തിൽ ഫെലിസ്ത്യരുടെ ദേശം എന്നർത്ഥം വരുന്ന പാലസ്തീൻ. ഇതൊന്നും അറിയാതെയാണ് ചിലരിന്ന് ഈ പാലസ്തീൻ വാദികളായിട്ട് സംസാരിക്കുന്നത്. ചരിത്രം അറിയില്ല. ഞാൻ കോവളത്തുകൂടി വർഷങ്ങൾക്കപ്പുറത്ത് ഒരു യോഗത്തിന് പോവാം. ഇതിലൊരു ചെറിയ പര്യടനം വരുന്നു. അധികം പേരൊന്നുമില്ല, പക്ഷെ നല്ല പ്ലാക്കാർഡൊക്കെ കൈപ്പിടിച്ച് വരിക. അപ്പോൾ ഇവർ പൊക്കോട്ട് നിർത്ത് ഞാൻ വണ്ടി ഒതുക്കിയിട്ടൊരു ചായ കുടിക്കാനും ആ സമയം ഉപയോഗിച്ചു. ഒരു കടയിൽ കയറിയപ്പോൾ ഇവരത് നിർത്തി, അവരും കയറി കുറേ പേര് ആ ചായക്കടയിൽ. അപ്പോൾ ഇവരുടെ കയ്യിൽ കുറേ പുസ്തകങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞാനതിന് ചോദിച്ചു, സാറേ ഒരു പുസ്തകം അതിനെന്തോ തരാം. പുസ്തകം തന്നു, അതിന് വിലയൊക്കെ കൊടുത്തു. അപ്പോൾ ഇത് ഞാൻ ആകാംക്ഷയോടെ വായിച്ചപ്പോൾ ഇവർക്കൊരു സന്തോഷം. അപ്പോൾ എന്നോട് പറഞ്ഞു, സാറേ ഞങ്ങളൊരു ക്യാമ്പയിനുമായിട്ട് വന്ന, എന്താ, പാലസ്തീൻ ഐക്യദാർഢ്യ സമരം. പാലസ്തീനിലെ പാവങ്ങൾ അവിടെ മരിക്കുന്നു, കുഞ്ഞുങ്ങൾക്ക് നേരെ ഇസ്രായേലി പട്ടാളം നിറയൊഴിക്കുന്നു. ദാരുണമായ പ്രശ്നങ്ങളിൽ ഇസ്രായേലിൻ്റെ അഹന്തയ്ക്കെതിരെ ഞങ്ങളൊരു പ്രകടനം നടത്തുക എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എൻ്റെ എല്ലാ പിന്തുണയുണ്ട്, എനിക്ക് സമയമില്ലല്ലേ, ഞാൻ നിങ്ങളോട് കൂടിയെന്നെ. നമുക്കത് ആവശ്യമാണ്. കാരണം ഇങ്ങനെ വേണം സമരം നടത്താൻ. കാരണം പ്രശ്നം നടക്കുന്നത് ഇസ്രായേലി, സമരം നടക്കുന്നത് കോവളത്ത്. കൊള്ളാം, എൻ്റെ എല്ലാ പിന്തുണയുണ്ട്. അങ്ങോട്ട് പോകാൻ വയ്യായിരുന്നോ ഇതൊക്കെ ആയിട്ട്? പുകയ്ക്കും പോസ്റ്റ്മോർട്ടം ചെയ്യാൻ ബാക്കി കിട്ടുകയല്ല. നീ എന്താ മനസ്സിലാക്കിയിരിക്കുന്നത്? 16 അറബി രാജ്യങ്ങൾ ചുറ്റും കിടന്ന് മീശ പറപ്പിച്ചിട്ട് മൈൻഡ് ചെയ്യാത്തവനവൻ. നീ എന്താ ചരിത്രം പഠിക്കുക? ചുമ്മാ ചടിക്കുക. ഇതെന്താണെന്നാ നിൻ്റെ വിചാരം? ലോകത്തിൽ ഏറ്റവും വലിയ ആയുധ കമ്പോളം, ഏറ്റവും വലിയ സാമ്പത്തിക സ്ഥിതി, ഇതൊക്കെ സ്വന്തമുള്ളവനല്ല. ചുമ്മാ കണക്കെഴുതി കാശുകാരനായിട്ട് അഭിനയിച്ച് കിടക്കുന്ന പണിയൊന്നുമില്ല. മനസ്സിലായില്ലേ? കാശുകാരനാണെന്ന് പറഞ്ഞ് അഭിനയിച്ച് കിടക്കുന്ന കക്ഷികൾ ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് ഇഷ്ടം പോലുണ്ട്. ഇപ്പോഴാണ് മനസ്സിലാകുന്നത്, ഓ സംഗതിയൊക്കെ ചീറ്റായിരുന്നു. എനിക്കിപ്പോൾ അങ്ങ് നാണം വരിക. ഇവനെയൊക്കെ ആണല്ലോ കാശുകാരനെന്ന് പറഞ്ഞ് ബഹുമാനിച്ചെന്നുള്ള അങ്ങ് നാണം വരിക. പോട്ടെ, ഞാൻ എന്നോട് തന്നെ എനിക്കങ്ങ് ലജ്ജ തോന്നുന്നത് ചില സമയത്ത്. പോട്ടെ, അപ്പോൾ അവിടെ വിടാം. അപ്പോൾ ഏതായാലും ബാക്കി ചില കാര്യങ്ങളുണ്ട്, ശ്രദ്ധിക്കണേ. ഇടുന്നേ, ചിതറിപ്പോയ യഹൂദൻ ലോകത്തിൻ്റെ പലയിടങ്ങളിലായിട്ടങ്ങ് ചിതറി. കുഞ്ഞുങ്ങളും പാണ്ടക്കെട്ടും മക്കളും മാതാപിതാക്കളും ഒക്കെ ആയിട്ടുള്ള ആ പാലായനം നിർത്തി ചെതറി 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 ലോകം മുഴുവൻ ചെതറിയ വഴിക്ക് നമ്മുടെ കേരളത്തിലും വന്നു. ഏത് കേസും നമ്മൾ പിടിക്കും, എല്ലാത്തരം ഐറ്റവും ഇവിടെ വരും.
ഏത് തരം ഇവിടെ ഐറ്റം ഇവിടെ വന്നിട്ട് പറയുക നമ്മൾ ഇവിടുന്ന് പോക്കോളാൻ. ഇത് വലിയ തമാശ. കാലത്തിൻ്റെ നിർണായക ഘട്ടത്തിൽ കുടിയേറിയവരല്ലാതെ ഇന്ത്യക്കാരെന്ന് പറയുന്ന പലരും ഇന്ത്യക്കാരല്ല. ആ പഠിക്ക്, ചരിത്രം പറഞ്ഞ് സംവാദത്തിന് വരാറില്ല. അതാ വേറൊരു വിഷയം. ചരിത്ര വസ്തുതകളെ ആധാരമാക്കിക്കൊണ്ട് ഏത് കാലത്ത് ആരൊക്കെ ഇന്ത്യയിൽ വന്നു എന്ന സംവാദത്തിന് തയ്യാറുണ്ടോ? ആര്യന്മാർ ഇന്ത്യയിൽ കുടിയേറി. ആ കുടിയേറിയ ആര്യന്മാരുടെ അനന്തരതലമുറ തദ്ദേശവാസികളോട് പറയുക നിങ്ങൾ ഇവിടം വിട്ടുപോകാൻ. മറുപടി ഉണ്ട്. ഒരു റെയിൽവേ സ്റ്റേഷനിൽ ആദ്യം വന്ന തീവണ്ടി ആദ്യം പോകണം, അതാ മര്യാദ. രണ്ടാമത് വന്നവരൊക്കെ പതുക്കെ പോയാൽ മതി, അവിടെ നിൽക്കും. കുറേ സമയം എടുത്ത് പോയാൽ മതി. ചുമ്മാ ചരിത്രം അറിയാതെ അതുമൊക്കെ വിളിച്ചു പറയാതെ. അപ്പം ഞാൻ പറഞ്ഞതേ, ഞാനിത് പലതും സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചുള്ള ഒരു പ്രസംഗ പരമ്പര യൂട്യൂബിൽ ചെയ്തിട്ടിട്ടുണ്ട്, കണ്ടാൽ മതി. ആരെപ്പോൾ എങ്ങനെ ഇവിടെ വന്നു എന്ന് ആധികാരിക ചരിത്രകാരന്മാരെ ഉദ്ധരിച്ച് അതിൽ പറയുന്നുണ്ട്. പോട്ടെ, ഏതായാലും ചെതറിപ്പോയ യഹൂദൻ്റെ ആദ്യഘട്ടം വലിയ വിജയത്തിൻ്റെതായിരുന്നു. കരുത്തുറ്റ മുന്നേറ്റം, അതിശക്തമായ മുന്നേറ്റം വളർന്നു. കാരണം ലോകത്തിൽ അറിയപ്പെടുന്ന വല്ല വിജ്ഞാനങ്ങളുടെയും കുത്തക അവൻ്റെ പക്കലാണ്. അറിയാമോ? ലോകത്തിലേറ്റവും അറിയപ്പെടുന്ന ന്യൂറോ സർജന്മാരിന്ന് അവരാ, കാർഡിയോളജിസ്റ്റുകൾ അവരാ ഏറ്റവും അറിയപ്പെടുന്നത്. അതൊക്കെ വിട്. ലോകത്തിലേറ്റവും വലിയ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരവരാ, സാമൂഹിക ചിന്തകന്മാരവരാ, മനഃശാസ്ത്രജ്ഞന്മാരവരാ. മനഃശാസ്ത്രത്തിൻ്റെ പിതാവുണ്ടല്ലോ സിഗ്മണ്ട് ഫ്രോയിഡ്, ഒരു യഹൂദനായിരുന്നു. കാൾ മാർക്സ് ഒരു യഹൂദനായിരുന്നു. നമ്മുടെ കീബോർഡിസ്റ്റുകളോട് ചോദിക്ക്, ബ്രദർ മാത്യുവിനോടൊക്കെ ചോദിക്ക്. മാന്ത്രിക സംഗീതം പുറപ്പെടുവിക്കുന്ന വിരലുകളുടെ ഉടമ ബീഥോവൻ ഒരു യഹൂദനായിരുന്നു. മനസ്സിലായില്ലേ? അങ്ങനെ എത്ര പ്രതിഭകളുടെ പേര് നിങ്ങൾക്കിടം. മൈക്കൽ ഫാരഡെ യഹൂദനായിരുന്നു. ആൽബർട്ട് ഐൻസ്റ്റീൻ യഹൂദനായിരുന്നു. ഇങ്ങനെ പോയ വഴിക്ക് പഠിച്ച അങ്ങനെയൊക്കെ നമ്മളും ഇങ്ങനെ ചെതറും. നമ്മൾ എന്തെല്ലാം പഠിച്ചെന്നൊക്കെ സ്വയം ചിന്തിക്കുന്നതാണല്ലോ. മലയാളിയും ചെതറാൻ എടുക്കനാ. ഏതായാലും ചെതറിപ്പോയവൻ അങ്ങനെ ലോകത്തെല്ലായിടത്തും വളർന്നു. പക്ഷേ ഈ വന്നവനോടുള്ള നിന്നവൻ്റെ ഒരു അഹങ്കാരമുണ്ട്. മുമ്പേ പറഞ്ഞതിൻ്റെ ഓപ്പോസിറ്റ്. അങ്ങനെ ഒരു പരിപാടിയുണ്ട്. ഇപ്പം നമ്മുടെ നാട്ടിൽ നിന്ന് ഭായിമാർ പോയി കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ കാര്യം പോക്കാം. പക്ഷെ ചില ആളുകൾ ഈ ഭായിമാരെയൊക്കെ നോക്കുന്നുണ്ടോ ഏതാണ്ട് വലിയ ഇതുപോലെയാണ്. അവൻ പോകണം സ്ഥിതി അറിയാൻ. പണ്ട് ദുബൈയിലെ ഒരു രാജാവിൻ്റെ മകൻ, പേരൊക്കെ പറയുന്ന മോശമാണ്, അയാളൊരു തല്ലിപ്പുള്ളിയൊരു മോനുണ്ടാകും. അവനിങ്ങനെ കൂട്ടുകാരുടെ കൂടെ സഞ്ചരി ജയിലില്ലെന്ന് നടന്നേച്ച അവസാനം ഒരു വിസിറ്റിംഗ് വിസ എടുത്ത് ഇന്ത്യ വന്നു. ഇയാൾ വിസിറ്റിംഗ് വിസ എടുക്കേണ്ടി വരേണ്ട കാര്യമൊന്നുമില്ല, ഡിപ്ലോമാറ്റിക് പ്രോട്ടോക്കോളുണ്ട്. ആ പാസ്പോർട്ട് വഴി കയറിപ്പോരാം, ഭയങ്കര സ്വീകരണം കിട്ടും. ഇവനിതൊന്നും അറിയില്ല, അറബിയല്ലേ. അവനിവിടെ വന്ന് നേരെ മുംബൈയിലിറങ്ങി ബാറിൽ കയറി കൂട്ടിച്ച് കണ്ട സ്ത്രീകളോട് ഏതാണ്ടെല്ലാം പറഞ്ഞ് അല്ലേ അടി എന്ന് പറഞ്ഞാൽ നല്ല ഒന്നാം തരം അടി. പോലീസുകാർക്കറിയോ എന്തോ അതൊന്നും പിടികിട്ടുന്നില്ല. അല്ലേ അടി. ഇനി രാജാവിൻ്റെ മോനാണെങ്കിലും വെള്ളം അടി ചുരുണ്ട് കഴിഞ്ഞാൽ അടിയില്ലേ, സൂപ്പർ അടി. അടിച്ച് പാഴ്സലാക്കി ഇവനെ ചവിട്ടിക്കെട്ടി തിരിച്ചു വിട്ടു. ഇനി അടുത്ത് കേൾക്കണം. അവനങ്ങോട്ട് ഇറങ്ങി, എയർപോർട്ടിൽ ഇറങ്ങിയ നേരം മുതൽ ഇന്ത്യക്കാരെ തിരഞ്ഞു പിടിച്ചടി. കാരണം അവൻ്റെ രാജ്യമാണ്, എന്തിനാന്നൊരു പിടിയില്ല. അടി മടുത്തു. രാജാവ് മടുത്തു. ആകപ്പാടെ അറിഞ്ഞു വിവരം. രാജാവ് പറഞ്ഞു, ആവശ്യത്തിന് ഭക്ഷ്യസാധനങ്ങളുമായി എല്ലാവരും വീട്ടിൽ കയറിക്കോണം, റൂമുകളിൽ കയറിക്കോണം, പുറത്തിറങ്ങൽ കർഫ്യൂ. 3 days കർഫ്യൂവാണ്. പിന്നെയും കർഫ്യൂ നീട്ടി. അങ്ങനെ ഇരിക്കെ രാജാവും ഈ പയ്യനും കൂടെ ഈ നാടൊന്ന് കാണാൻ വേണ്ടി ഇറങ്ങി. കുറേ ദൂരം യാത്ര ചെയ്തു. പച്ചവെള്ളമൊക്കെ തീർന്നു, കുപ്പിവെള്ളം. ഇപ്പോൾ നോക്കിയിട്ട് കടകമ്പോളങ്ങളൊന്നും ഇല്ല. കണ്ട് അവന് ചായ വേണം, കാപ്പി വേണം, കടകളില്ല. അവസാനം രാജാവ് പറഞ്ഞു, എന്താ സംഭവിച്ചതെന്ന് നിനക്കറിയോ? ഇല്ല, ഇന്ത്യക്കാരൻ കടയടച്ചു, നിനക്ക് കുടിക്കാൻ കിട്ടത്തില്ല, ആഹാരം കിട്ടത്തില്ല. അവന് ബോധം വന്നപ്പോൾ പറഞ്ഞു, ഇവിടെ നിൻ്റെ രാജ്യം ഇതുപോലെ മരുഭൂമിയായിരുന്നു, അതിനെ ഇത്തരത്തിലാക്കിയത് ഇന്ത്യക്കാരൻ്റെ വിയർപ്പാണ്, നിനക്കെന്താ പറ്റി? അവസാനം അവൻ കഥ പറഞ്ഞു. ഇത്രയേ ഉള്ളൂ. ഞാൻ ക്രമീകരിക്കാം. രാജാവ് അവനെ ഇന്ത്യയിലേക്ക് വിട്ടു.
ഇന്ത്യയിലേക്ക് ഡിപ്ലോമാറ്റിക് പ്രോട്ടോക്കോൾ എല്ലാം പാലിച്ച് ആ പാസ്പോർട്ടിൽ ഇവിടെ വന്നിറങ്ങിയപ്പോൾ ഇതാ പഴയ പോലീസ് സല്യൂട്ട് അടിക്കുന്നു. ചുവപ്പൻ പരവതാനി ഇട്ട് കൊടുത്തു. ഇവന് നല്ല രാജ്യത്തിൻ്റെ സ്വീകരണങ്ങൾ ഏർപ്പെടുത്തി വലിയ വാദ്യമേളങ്ങൾ കൊണ്ടുവന്നു. അപ്പം ചെല്ലേണ്ട പോലെ ചെന്നില്ലേ, ആ അടി ഉറപ്പാണ്. മര്യാദയ്ക്ക് വന്നാൽ സ്വീകരണം ഉറപ്പാണ്. മനസ്സിലായ കാര്യങ്ങളുടെ കിടപ്പ്. പായിമാരിവിടെ ഇട്ടിട്ട് പോയാൽ നമ്മുടെ കാര്യം പോകയാ. അതൊക്കെ സമ്മതിച്ചു കൊടുത്തേക്ക്. വസ്തുതയാ. ചിതറിപ്പാർത്ത ജൂതൻ അവൻ്റെ അത്യധ്വാനം കൊണ്ട് പണിയെടുത്ത് സമ്പത്തുണ്ടാക്കി കഴിഞ്ഞപ്പോൾ ലോകം അവനെ പകച്ചു. ഈ പകയ്ക്ക് പിന്നിൽ അന്നത്തെ ക്രൈസ്തവരുടെ അവിവേകം ഒരു കാരണം. ഒട്ടേറെ സാമൂഹ്യ സാഹചര്യങ്ങൾ അതിന് കാരണമായി. ഈ പകയും വിദ്വേഷവുമൊക്കെ വളർന്ന ഘട്ടത്തിൽ വളരെ ദാരുണമായി അവർക്കും ഇതേ ലോകം പീഡനമുറകൾ ചാർത്തി. ആ പീഡനമുറകളൊക്കെ പൊതുജന സമക്ഷം പ്രസംഗിച്ചുകൂടാ. കൊച്ചുകുട്ടികളോടൊക്കെ കാട്ടി അനീതി വലുതായിരുന്നു. ജൂതനെ കണ്ടാൽ, അവൻ്റെ കുട്ടിയെ കണ്ടാൽ ശപിക്കപ്പെട്ടവനെന്ന് പറയും. കാരണം നീ യേശുവിനെ ക്രൂശിച്ചു എന്ന കുറ്റം ചുമത്തിക്കൊണ്ട് ആക്ഷേപിക്കുന്ന സ്ഥിതിവിശേഷമുണ്ടായി. ജൂത കുട്ടികൾ ക്ലാസ്സിലിരിക്കുമ്പോൾ ആ കുട്ടികളോട് വിവേചനപരമായി പെരുമാറി. ആ പിഞ്ചോമനകളുടെ കരളലിയിക്കുന്ന നിരവധി സംഭവങ്ങളുണ്ടായി. അവർ പഠിച്ച് മിടുക്കരായി എ ഗ്രേഡ് നേടിയാലും പറയും നിങ്ങൾ കോപ്പി അടിച്ചവരാ, നിങ്ങൾ കോപ്പി അടിച്ച് നേടിയതാ. കോപ്പി അടിച്ച പുള്ളികൾ ഡോക്ടറേറ്റ് എടുക്കുന്ന കാലം ആലോചിച്ച് നോക്കി. അന്നേരം ആ ജൂതന്മാരും വളരുമ്പോൾ അത് ശരീരപീഡയായി മാറുന്നുണ്ട്. പിഞ്ചോമനകളുടെ ശരീരത്തിലേക്ക് മാരക രോഗങ്ങളുടെ അണുക്കളെ കുത്തിവെച്ചിട്ട് ക്യാൻസർ പോലെയുള്ള രോഗങ്ങളെ കുഞ്ഞുകുട്ടികളിൽ കൃത്രിമമായി സന്നിവേശിപ്പിച്ചിട്ട് ആ ശരീരം കീറിമുറിച്ച് പഠിക്കുന്ന സ്ഥിതിവിശേഷമുണ്ടായി. മനുഷ്യന്റെ തൊക്കുരിഞ്ഞെടുത്ത് അത് വാനിറ്റി ബാഗുകളായി ഉപയോഗിക്കുന്ന പരിസ്ഥിതി ഉണ്ടായി. ഹിറ്റ്ലറും മറ്റും നടത്തിയ നരനായാട്ടുകൾ മണിക്കൂറുകൾ നിന്ന് പ്രസംഗിക്കേണ്ടതാണ്. ഇറ്റലിയിലും ജർമ്മനിയിലും റഷ്യയിലും യഹൂദന്മാർ ദാരുണമായി പീഡിപ്പിക്കപ്പെട്ടു. ഈ പീഡകൾ ശക്തിപ്പെട്ടിരിക്കുന്ന വേളയിൽ അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ, കേരളം പോലുള്ള ഇടങ്ങളിൽ ഒക്കെ അവർക്ക് ശാന്തിയും സമാധാനവും ഉണ്ടായിരുന്നു. അവർക്കുള്ള ജീവിത സാഹചര്യങ്ങളെ അംഗീകരിച്ചു കൊടുക്കുന്ന വ്യവസ്ഥകൾ ഇവിടെ നിലനിന്നിരുന്നു. അങ്ങനെ ഇരിക്കുന്ന വേളയിൽ വിയന്നയിൽ കൂടിയ യഹൂദന്മാരുടെ ഒരു സമ്മേളനം ഈ വേദനകൾ പങ്കിട്ടു. വേദനകൾക്കൊടുവിൽ ആളുകൾ പറഞ്ഞു, നമ്മളിങ്ങനെ പ്രമേയം പാസാക്കി പോകുന്നതിനേക്കാൾ നല്ലത് പ്രായോഗികമായി വല്ലതും ചെയ്യണം. എന്താ പ്രായോഗികം? അവ പറഞ്ഞു, നമ്മുടെ സമശിഷ്ടങ്ങൾ ലോകത്തിൻ്റെ പലയിടങ്ങളിൽ ഞെരുങ്ങിക്കഴിയുന്നു. നാം ഒരുമിച്ചൊരു സ്ഥലത്ത് പാർത്താൽ ഈ പ്രതിസന്ധി മാറും. അതുകൊണ്ട് നമുക്കൊരുമിച്ച് പാർക്കാൻ ഒരു ജില്ല വില കൊടുത്തു വാങ്ങണം. അതിനുള്ള പണമുണ്ട്. പലരോടും അപേക്ഷ വെച്ചിട്ടും ആരും ജില്ല കൊടുക്കുകയില്ല, ഒരു പഞ്ചായത്ത് പോലും കൊടുക്കുകയില്ല. അവസാന ഘട്ടം അവർ തീരുമാനിച്ചു, നമുക്കൊരു സ്ഥലമുണ്ട്, സഹസ്രാബ്ദങ്ങൾക്കപ്പുറത്ത് നമ്മുടെ പൂർവികരെ ഇറക്കിവിട്ട പാലസ്തീൻ എന്നറിയപ്പെടുന്ന ഇസ്രയേൽ, അത് തിരിച്ചു കിട്ടണം. ഓട്ടോമൻ തുർക്കികളുടെ കൈവശമിരിക്കുന്ന സ്ഥലമാണ്. അതത്ര എളുപ്പമല്ല. പക്ഷെ ഒരു വഴിയുണ്ട്. തുർക്കികളുടെ രാജാവായ ഹുസൈൻ ചക്രവർത്തിയെ കണ്ട് ചോദിക്കുന്ന പണം കൊടുത്ത് ഈ 120 മൈൽ വിസ്തൃതി വരുന്ന ഭൂപ്രദേശം നമുക്ക് സ്വന്തമാക്കാം. നിവേദക സംഘം ഹുസൈൻ ചക്രവർത്തിയുടെ അരികിൽ ആവശ്യകത ഉന്നയിച്ചു. ചക്രവർത്തി കേട്ടു. ശാന്തനായി കേട്ടിട്ട് പറഞ്ഞു, തരാം, പണമൊന്നും വേണ്ട, നിങ്ങൾക്കൊരു രാജ്യമൊക്കെ ഉണ്ടാകണമല്ലോ. പക്ഷേ നിവേദക സംഘത്തിൽ വന്നവരോട് ചോദിച്ചു, നിങ്ങൾ ഈ ഒലിവുമല കണ്ടിട്ടുണ്ടോ? ഉവ്വ്, ചിലരൊക്കെ അവിടെ പോയിട്ടുണ്ട്. ഓ, ഒലിവുമലയുടെ മുകളിൽ നിന്നങ്ങ് വടക്കോട്ട് നോക്കിയിട്ടുണ്ടോ? ഉണ്ട്. എന്ത് കാണാം? മനോഹരമായ ഗലീലിയ തടാകം. ആ തടാകത്തിൽ ഒഴുകുന്നൊരു നീരൊഴുക്ക് അറിയാം, യോർദാൻ. അത് ചാവുകടലിൽ പതിക്കും. സമുദ്രനിരപ്പിൽ നിന്ന് ഏതാണ്ട് 1/2 കിലോമീറ്റർ താഴെ അത് കിടക്കുന്നത്. കണ്ടിട്ടുണ്ടല്ലേ? ആണെങ്കിൽ ഈ ഗലീലയിലെ വെള്ളം അല്ലെങ്കിൽ യോർദാനിലെ വെള്ളം രണ്ടും ഒന്ന് തന്നെയാണ്. ഗലീലയിൽ നിന്നാണ് യോർദാൻ ഉത്ഭവിക്കുന്നത്. എന്നെങ്കിലും ഒലിവുമലയുടെ മീതെ കയറുന്ന ഒരു കാലം വന്നാൽ അന്ന് തരാം. എന്താ മനസ്സിലായി? എന്താ മനസ്സിലായിരുന്നു? എന്നാണെന്ന് ചോദിച്ചാൽ നമ്മളവിടെ പിന്നെയും തിരിഞ്ഞു വയ്ക്കും. പക്ഷെ അമ്മാർക്ക് മനസ്സിലായി കളിയാക്കുകയെന്ന്.
100-600 അടി താഴ്ചയിലെ വെള്ളം ഒഴുകി എൻ്റെ മോളിൽ കയറുമോ? നമ്മൾ ഈ ഡിസംബർ 31 രാത്രി തീരുമാനം എടുക്കുന്ന പോലെ ഉള്ളത് നടക്കാൻ പോകുന്ന കാര്യമൊന്നുമല്ല. ചക്രവർത്തിയുടെ വാക്ക് കേട്ടൊരു പയ്യൻ, ഒരു സ്റ്റുഡൻ്റ് ഉണ്ടായിരുന്നു, യൂണിവേഴ്സിറ്റി സ്റ്റുഡൻറ്റ്. അവൻ പറഞ്ഞു, പ്രഭു കളിയാക്കണ്ട, ഞങ്ങളുടെ ആവശ്യകതയുടെ ഗൗരവം വെച്ച് നോക്കുമ്പോൾ ഇത് സാധിക്കും എന്ന് വിശ്വസിക്കാനാണ് ഞങ്ങൾക്കിഷ്ടം. ആട്ടെ, നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഇതിലൊരു 15 അടി പൊക്കമുള്ളൂ ഈ സ്റ്റേജിന്, അല്ല 20 കുട്ടിക്ക്. അപ്പോൾ 600 അടി പൊക്കം ചിന്തിക്കോ. അവിടെ കേട്ടണ ഈ വെള്ളം പ്രാർത്ഥിച്ചാലും തയ്യാറുണ്ടോ? കാര്യം നടക്കണ്ടേ? അവർ പോയി, തിരിച്ചുപോയി. അവിചാരിതമായി പൊട്ടിപ്പുറപ്പെട്ട 1-ാം ലോകമഹായുദ്ധം. 2 ശാക്തികചേരികളായി ലോകം പോരാടുന്നു. റഷ്യയും അമേരിക്കയൊക്കെ ഒന്നിച്ച ബ്രിട്ടനുമൊക്കെ അടങ്ങുന്ന സേന, മറുഭാഗത്ത് ഇറ്റലിയും ജർമ്മനിയും ഒക്കെ. യുദ്ധം അതിൻ്റെ ക്ലൈമാക്സിലെത്തുമ്പോൾ ആദ്യമൊക്കെ ബ്രിട്ടൻ ജയിച്ചു. മുന്നേറിക്കൊണ്ടിരുന്ന ബ്രിട്ടന് തിരിച്ചടി ഭവിച്ചു തുടങ്ങി. കാരണം കനത്ത തണുപ്പിൽ ബ്രിട്ടീഷ് പട്ടാളം കൈകാര്യം ചെയ്യുന്ന സ്വാഭാവിക വെടിമരുന്നിന് വീര്യം കുറയുന്നു. തണുപ്പാ. പരാജയം മണത്ത ബ്രിട്ടൻ അവസാനം ഒരു യഹൂദ സയൻറ്റിസ്റ്റിൻ്റെ സഹായം തേടുന്നു. ഷെയിം വെയ്സ്മാൻ പറയുന്നു, സർ നിങ്ങളെ യുദ്ധം ജയിക്കൂ. യുദ്ധം നിങ്ങൾ ജയിച്ചാൽ പ്രത്യുപകാരമായി ഞങ്ങൾക്ക് പാലസ്തീൻ തരണം. സമ്മതിച്ചു. യുദ്ധം ജയിക്കുകയും ചെയ്തു. യുദ്ധം ഇത്ര പെട്ടെന്നൊന്നും ജയിച്ചില്ല. പിന്നെ യുദ്ധമായതുകൊണ്ട് ഞാനതങ്ങ് ജയിപ്പിച്ച. മനസ്സിലായില്ലേ? എനിക്ക് യുദ്ധം ഇഷ്ടമല്ല, അത് അങ്ങ് ജയിപ്പിച്ചു കിട്ടാണ്. യുദ്ധം ജയിച്ചു. അപ്പോൾ യുദ്ധം ജയിച്ചു എന്ന് പറഞ്ഞിട്ട് സഹോദരിമാർ എന്നെ നോക്കുന്നു, ഇങ്ങനെ ജയിപ്പിക്കണമെന്ന്. അവർക്ക് ഇത് വലിയ ഇഷ്ടമാണ്. ഇത്ര പെട്ടെന്ന് ജയിപ്പിക്കണമെന്നർത്ഥത്തിൽ എന്തോ പകയോടെ എന്നെ നോക്കുന്നു. സഹോദരിമാരെ, യുദ്ധം ജയിച്ചു. യുദ്ധം ജയിച്ചു. അപ്പോഴേ ഈ പാലസ്തീനും ചുറ്റുപാടും പിടിക്കാൻ ബ്രിട്ടൻ പറഞ്ഞു വിട്ടത് ഒരു ബ്രിട്ടീഷ് സൈനിക ജനറൽ, ഒരു ആംഗ്ലിക്കൻ സഭാവിശ്വാസി മിസ്റ്റർ അല്ലൻബി ആയിരുന്നു. ബ്രിട്ടീഷ് ജനറൽ അല്ലൻബി ഏത് യുദ്ധസ്ഥലത്ത് പോയാലും ബൈബിൾ കയ്യിലുണ്ട്, വായിക്കുകയും ചെയ്യും, പഠിക്കുകയും ചെയ്യും. പുള്ളി അടിക്കറി അടിക്കുകയും ചെയ്യുന്ന ആളല്ല, പക്വമതിയാണ്. അദ്ദേഹം യോർദാന് കുറുകെ നമ്മളൊക്കെ ബെയിലി പാലം എന്ന് പറയുന്ന തരത്തിലെ ഗഡറുകൾ കടിപ്പിച്ച് പാലം നിർമ്മിച്ച് അക്കര കടന്നു. ഇന്നും ആ സ്ഥാനത്തൊരു പാലമുണ്ട്, അതിൻ്റെ പേര് അല്ലൻബി പാലം തന്നെയാണ്. പഴയ പാലം അല്ലെന്നേ ഉള്ളൂ. ഒലിമലയുടെ മുകളിൽ വന്നു. ബൈനോക്കുലർ കൊണ്ട് അദ്ദേഹം യെരുസലേമിലേക്ക് നോക്കി. മനോഹര യെരുസലേം. ഈ പരിസരമെല്ലാം നോക്കി കണ്ടപ്പോൾ അല്ലൻബിയുടെ ചിന്താമുഖരത്തിലൂടെ ഒരു മിന്നൽ പിണർ. എൻ്റെ മഹാരാജാവായവൻ ഇതുവഴിയാണൊരു ദിവസം കാട്ടുകഴുതക്കുട്ടിയുടെ പുറത്തേറി യാത്ര തിരിച്ചത്. ഒരു പിടി മണ്ണ് വാരി എടുത്തിട്ട് അദ്ദേഹം ചോദിച്ചു, മണ്ടരികളെ, നിങ്ങൾ അനുഭവിച്ച രോമാഞ്ചത്തിൻ്റെ ഒരളവ് എനിക്കും തരുമോ എന്ന് ചോദിച്ചുകൊണ്ട് ആഹ്ലാദ നൃത്തം ചെയ്തു. ആ പാവനപാദങ്ങൾ ചവിട്ടിയ ഇടങ്ങളൊക്കെ ഇങ്ങനെ നോക്കി കണ്ടിട്ട് അല്ലൻബി കൺട്രോൾ റൂമിലേക്ക് ഒരു അറിയിപ്പ് കൊടുത്തു. സർ, എൻ്റെ മഹാരാജാവിൻ്റെ നഗരത്തിന് നേരെ വെടിവെക്കാൻ മനസ്സ് വരുന്നില്ല, എന്നെ ഒന്ന് പിൻവലിക്കണം. മറുപടി, നോ, താങ്കൾ തന്നെ ഈ ജോലി തീർക്കണം. മിസ്റ്റർ അല്ലൻബി, ഞങ്ങൾക്കറിയാം താങ്കളൊരു പ്രാർത്ഥനാ മനുഷ്യനാ. പ്രാർത്ഥിച്ചിട്ട് വേണ്ടത് ചെയ്തോളൂ, സമയം അനുവദിച്ചിരിക്കുന്നു. അല്ലൻബി ചിന്തിച്ചു. ചോര ചൊരിയാതെ, വെടിവെക്കാതെ ആളുകളെ ഒഴിപ്പിക്കണം. അതിന് ചില നാളുകൾ തനിക്ക് കൂടുതൽ വേണം. ഒക്കെ അനുവദിച്ചു. കൂടുതൽ കോട്ട, ഫുഡിൻ്റെ സപ്ലൈ അനുവദിച്ചു. സൗകര്യങ്ങളൊക്കെ അനുവദിച്ചു. പട്ടാള ബാരാക്കുകൾ സജ്ജീകരിച്ചു, ടെൻറ്റുകൾ സജ്ജീകരിച്ചു. അനുദിന ജീവിതത്തിൻ്റെ ആവശ്യത്തിന് വെള്ളം വേണം. ദിനകൃത്യങ്ങൾക്ക് കുളിക്കാൻ കുടിക്കാനൊക്കെ വെള്ളം വേണം. പലയിടങ്ങളിൽ കെട്ടിയ പോളിത്തീൻ ടാങ്കുകൾ. യുദ്ധരംഗത്ത് അങ്ങനെ കണ്ടല്ലോ. ജനറേറ്റർ ഉപയോഗിച്ച് പ്രവർത്തിപ്പിച്ച് വെള്ളം പമ്പ് ചെയ്ത് പല തട്ടുകളിലൂടെ ടാങ്കിൽ കയറ്റി 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 ഒലിമലയുടെ മുകളിൽ വരെ വെള്ളം ഒരു സുപ്രഭാതത്തിൽ ചെന്നു. ഹല്ലേലൂയ! എന്താ മനസ്സിലായി? ചരിത്രത്തിൽ ഇടപെടുന്ന ദൈവം, ന്യായവിധി ദിവസത്തിൽ മനുഷ്യൻ പറയുന്ന നിസാര വാക്കും അടയാളപ്പെടുത്തി വെക്കുന്ന ദൈവം, വെല്ലുവിളികളെ ഏറ്റെടുക്കുന്ന ദൈവം. ഈ രാത്രി അവനെയാണ് ഞങ്ങൾ ഉയർത്തുന്നത്. ഒലിവ് മലയിലേക്ക്
ഇതാ യോർദാനിലെ വെള്ളം അദ്ദേഹത്തിന്റെ വെല്ലുവിളി പോലെ ഒഴുകി കയറിയപ്പോൾ ചരിത്രമേ പഠിക്കുക, താമസം വിന ഇവിടം വീഴാൻ തുടങ്ങുന്നു. ആ കരങ്ങൾക്ക് കീഴിൽ അത് അമരാൻ തുടങ്ങുന്നു. ആ സത്യം യാഥാർത്ഥ്യമായി. അല്ലൻബി വിട്ടില്ല. ഒരു ബൈപ്പോളാർ ഹെലികോപ്റ്ററിൽ ലഘുലേഖകൾ എഴുതി ഈ പാലസ്തീന് കുറുകെ താഴേക്ക് ഇട്ടു കൊടുത്തു. മര്യാദയുടെ വാക്ക. മക്കളെ, ശത്രുക്കളെ ഇങ്ങനെ വിളിച്ച് പറന്നു പോകാൻ തുനിയരുത്. ആകാശം ഞാൻ കൊട്ടിയടച്ചിരിക്കുന്നു. ഇഴഞ്ഞു നീങ്ങരുത്, കരയും എൻ്റെ നിയന്ത്രണത്തിൽ. നീന്തിക്കടക്കരുത്, കടലും ഞാൻ നിൻ്റെ മുമ്പിൽ അടച്ചിരിക്കുന്നു. ഒറ്റ വഴി, കീഴടങ്ങുക എന്ന് അല്ലൻബി. അല്ലെങ്കിലും കാര്യം പറയുന്നതിന് ഒത്തിരി കിടന്ന് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഇത് വായിച്ചിട്ട് അറബികൾക്കാകപ്പാടെ മനസ്സിലായത് കീഴടങ്ങുക അല്ലൻബി. മാർക്കതിൻ്റെ ഭാഷയിൽ അർത്ഥം, അവരുടെ ഭാഷയെ മനസ്സിലായത് അല്ലാ എഗെയിൻസ്റ്റ് യു, അല്ലാ എതിരായിരിക്കുന്നു. പിന്നെ നിന്നിട്ട് കാര്യമില്ലല്ലോ എന്നോർത്ത്. അല്ലെങ്കിലും കാര്യമില്ല. അവർ പുറത്ത് ചാടാൻ ശ്രമിച്ചു. അതിലേ ചിലർ പുറത്ത് ചാടാൻ ശ്രമിച്ചത് മഴ കൊണ്ട്, ചുറ്റിക കൊണ്ട്, പിക്കാക്സ് കൊണ്ട് ആഞ്ഞുവെട്ടി കിഴക്കേ വാതിൽ പടി ചാടാൻ ശ്രമിച്ചപ്പോൾ പാഞ്ഞു വന്ന വെടിയുണ്ട അവരെ ഭയപ്പെടുത്തി തിരിച്ചു വിട്ടു. വെടിയുണ്ടയുടെ ഉറവിടം അത്ഭുതമായിരുന്നു. അമേരിക്ക അയച്ച ഒരു ഹെലികോപ്റ്റർ താണ് പറന്ന് അവരെ ഓടിച്ചു. വീണ്ടും അത് ഉയർന്നു പറന്ന് പാലസ്തീനിയായുടെ മണ്ണിലൂടെ ഒരു റൗണ്ട് ഇങ്ങനെ പറക്കുമ്പോൾ മറ്റൊരത്ഭുതം, ഒരു സഹായക വിമാനം റഷ്യ അയച്ചു. ഒന്ന് ക്ലോക്ക് വൈസിലും മറ്റൊന്ന് ആൻറ്റി ക്ലോക്ക് വൈസിലും ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുക. ആ കൂടെ അല്ലൻബിയുടെ ബൈപ്പോളാർ ഹെലികോപ്റ്റർ പറക്കുന്നു. എങ്ങും ശബ്ദമുഖരിതമായ അന്തരീക്ഷം. പക്ഷെ പ്രവാചകൻ കാലങ്ങൾക്കപ്പുറത്തെഴുതി, അന്നാളിൽ യെരുസലേമിനെ പക്ഷി ചുറ്റിപ്പറന്നു കാക്കും പോലെ ഒരു കൂടണയുന്ന പക്ഷി. ആ പക്ഷി എങ്ങനെയാണ് ഈ കൂടിനെ ചുറ്റിപ്പറന്ന് കുഞ്ഞുങ്ങളെ കാക്കും പോലെ ഞാൻ ജെറുസലേമിനെ കാത്തുകൊള്ളും. ഇതാ ബൈബിൾ പ്രവചനത്തിന്റെ മൂർച്ച, അതിന്റെ തേജസ്, അതിന്റെ കൃത്യത. അതുകൊണ്ട് ഈ പുസ്തകവും കയ്യിലേന്തി ഈ രാത്രി യേശുവിന്റെ സാക്ഷികളായി ഇവിടെ സന്നിഹിതരായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് മഹത്വം അർപ്പിക്കുകയും ചിലർ കൂടി ഈ ഗ്രന്ഥം കരങ്ങളിലെന്താ ഈ മൂന്നിനങ്ങളിലെ യോഗം കാരണമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അന്ന് പാലസ്തീൻ പിടിക്കപ്പെട്ടു. എന്നിട്ടും സായിപ്പ് അത് കൊടുത്തില്ല. സായിപ്പിൻ്റെ കുഴപ്പമില്ല, റഷ്യ കണ്ണുരുട്ടി. കാരണം അറബി രാജ്യങ്ങൾ എണ്ണ തരാതെ വരും. അവിടെ നടക്കുകയില്ല. യഹൂദന്മാർ ദുഃഖിച്ചൊന്നുമില്ല. അവർ വേദനകൾക്കടുത്തും ശക്തി സംഭരിക്കുന്നവരാണ്. അവരോട് പിന്നെ ഒരു അപേക്ഷ വെച്ചു, ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭൂമിയിൽ ചെന്ന് താമസിക്കാനൊരു സൗകര്യം. സായിപ്പ് സമ്മതിച്ചു. അങ്ങനെ അവർ ഇവിടെ വന്ന് ഭൂമി വില കൊടുത്തു വാങ്ങി. തങ്ങൾ വിറ്റഴിക്കുന്ന ഭൂമിയുടെ വില മനസ്സിലാക്കാതെ അറബികൾ പുട്ടടിച്ചു, അത് വാങ്ങി. അല്ല പിന്നെന്തോ, ഞാൻ പുട്ടെന്ന് പറയാൻ കാരണം ഈ കുഴിമന്തിയുടെ ഒക്കെ വിശേഷം വരുന്നതുകൊണ്ട് ഞാൻ ആ ഫുഡങ്ങ് മാറ്റിയതാണ്. മനസ്സിലായില്ലേ? ഇനി ഞാൻ പുട്ടാക്കി കൊടുത്താ വല്ലതും കഴിക്കും. അങ്ങനെ ഏതായാലും തങ്ങൾ വിറ്റഴിക്കുന്ന ഭൂമിയുടെ വില അറിയില്ല. യഹൂദന്മാർ പണി ചെയ്തു. ലോകത്ത് എവിടെ ചെതറിപ്പോയി യഹൂദനുണ്ടെങ്കിലും വിളിച്ചിട്ട് പൈസ കൊടുത്തിട്ട് പറയും താമസിച്ചോളാൻ, കയറി വരാൻ. അങ്ങനെ അംഗബലം കൂട്ടി നമ്മൾ പറയില്ലേ ഒട്ടകത്തിന് ഇരിപ്പിടം കൊടുത്തെന്നു, ഇതുപോലെ തള്ളി ഇവനെ അങ്ങ് ചുരുക്കി. അതാ പാലസ്തീൻ ഇസ്രയേൽ സംഘടനം ഇന്ന് നടക്കുന്നത്. അതതിൻ്റെ രാഷ്ട്രീയം. പോട്ടെ, ഒടുക്കം ഇവരൊരു 1948 പറഞ്ഞു, ഞങ്ങൾ ഇന്ന് മുതൽ സ്വതന്ത്രവും പരമാധികാരവുമുള്ള ഒരു രാജ്യമാണ്. പല ആൾക്കാരും പറഞ്ഞു ഞങ്ങൾ അംഗീകരിക്കുകയില്ലെന്ന്. അതിന് നിങ്ങളുടെ അംഗീകാരം എന്തിനു വേണം? അവർ സ്വതന്ത്ര രാജ്യമായി പ്രഖ്യാപിച്ചു. അമേരിക്ക അംഗീകരിച്ചു, ഇന്ത്യ അംഗീകരിച്ചു. നമ്മുടെ ചാച്ചാജിയാണെന്ന്, നല്ല വിവരമുള്ള മനുഷ്യൻ, പണ്ഡിത ശ്രേഷ്ഠൻ, അദ്ദേഹം അംഗീകരിച്ചു. അങ്ങനെ ക്രമേണ പല രാജ്യങ്ങളും അംഗീകരിച്ചു. 48 അവരുടെ ദേശീയ പതാക പാറിക്കളിച്ചു. ഐക്യരാഷ്ട്രസഭയിൽ അവരംഗമായി. 67 6 ദിവസത്തെ യുദ്ധത്തിൽ പലയിടങ്ങളും പിടിച്ചെടുത്തു. അതുവരെ പാലസ്തീനികളുടെ കയ്യിലിരുന്ന യെരുസലേമും ഇപ്പോൾ പറഞ്ഞ യെരുസലേമും പിടിച്ചെടുത്തു. ഇതൊക്കെ എന്താ സൂചിപ്പിക്കുന്ന അറിയണ്ടേ? യേശുവിൻ്റെ പ്രവചനത്തിൻ്റെ മൂർച്ച, അതിൻ്റെ ശക്തി. ആ നാവ് കൊണ്ട് അവൻ നമ്മോട് പറയാൻ പോകുന്നത്, നീ സന്തോഷമായിരിക്കാൻ, നീ സമാധാനമായിരിക്കാൻ, നീ സൗഖ്യമായിരിക്കാൻ അവിടുന്ന് പറഞ്ഞാൽ ആ വാക്കിൻ്റെ വിലയതാ. ഞാനിപ്പോൾ സംഘടിക്കുമ്പോൾ ഒന്ന് പറയാം.
ഇത്തരത്തിൽ കാണുന്ന പ്രവചനങ്ങളുടെ നിവൃത്തി ഒരു കാര്യം ചിന്തിക്കാൻ ഭക്തനെ പ്രേരിപ്പിക്കുന്നു. അവൻ പോയതുപോലെ ഒരു ദിവസം മടങ്ങി വരും. തനിക്കായി കാത്തിരിക്കുന്ന തിരുസഭയെ തൻ്റെ മാറോടണയ്ക്കും. ആ തിരുസഭയെ മാറോടണച്ച് ജയാളിയായി യേശു തൻ്റെ പാദങ്ങൾ അക്ഷരാർത്ഥത്തിലൂന്നി ഈ മണ്ണിലൂടെ യാത്ര ചെയ്യും. സഹോദരങ്ങളെ, ഏതാണ്ട് 1000കണക്കിന് ഫുട്ബോൾ കോർട്ടിൻ്റെ വലിപ്പമുള്ള സമാന്തരമായി നിവരേ കിടക്കുന്ന സ്ഥലമുണ്ട് യഹോശാഫാത്ത് താഴ്വര. 1000കണക്കിന് ഫുട്ബോൾ കോർട്ട് കിടന്നാൽ എങ്ങനെ ഇരിക്കും? ഒരറ്റം മുതൽ അങ്ങേ അറ്റം വരെ കാണാവുന്ന വിധത്തിൽ കിടക്കുന്ന താഴ്വര. ലോകത്തിലെ ഏറ്റവും വലിയ അഭിമുഖ യുദ്ധത്തിന് കളമൊരുങ്ങുന്ന ഇടം. അവിടെ വെച്ച് എതിർ ക്രിസ്തുവിനെ ഉമിണ്ണു തോൽപ്പിച്ചുകൊണ്ട് ജയാളിയായ ക്രിസ്തു ഒലിവുമലയിൽ പ്രവേശിക്കും. ഒലിവുമലയിൽ പ്രവേശിക്കുമ്പോൾ പണ്ടവൻ്റെ പാവനപാദങ്ങൾ ചവിട്ടി നിന്ന ആ ഭൂമിയിൽ ഇന്നവനെ താങ്ങാൻ ത്രാണിയില്ലാതെ ഒലിവുമല രണ്ടായി പിളരും. ജയാളിയായി രാജാതിരാജാവായി അവകാശം പ്രാപിച്ച് അധികാരം പ്രാപിച്ചു വന്ന തേജോമയനായ ദൈവപുത്രനെ കാണുമ്പോൾ ആ ഭൂമിക്ക് നിൽക്കാനാവതില്ലാതെ ഒലിവുമല രണ്ടായി പിളരും. ഒരു താഴ്വര സംജാതമാകും. അതിലൂടെ തൻ്റെ പരിശുദ്ധ കാന്തയെ മാറോടടുക്കി പിടിച്ചുകൊണ്ട് കാന്തൻ ജയാളിയായി വരുന്ന രംഗം കണ്ടിട്ട് ഉത്തമഗീതക്കാരൻ ചോദിക്കുന്നത്, മരുഭൂമിയിൽ നിന്ന് പ്രിയന്റെ മേൽ ചാരി വരുന്ന ഇവൾ ആരാ? മോഹനരൂപിയായ ആ തിരുസഭയുടെ ഭാഗമാകാൻ യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട് രക്ഷാനുഭവം പ്രാപിച്ച് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിമജ്ജന സ്നാനം കഴിച്ച് ആ വരവിന് വേണ്ടി അവളോടെ കാത്തിരിക്കുന്ന ദൈവ മക്കളെ ഓർത്തുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആ പദ്ധതിക്ക് പുറത്ത് ഒരാളെങ്കിലും ഈ കേട്ട ദൈവജനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിൽക്കുന്നെങ്കിൽ ഇന്നാളിൽ നിന്റെ സമാധാനത്തിനുള്ളത് നീയും കരുതിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നോ. യേശുവിൻ്റെ കൃപ നിങ്ങളുടെ മീതെ വ്യാപരിക്കട്ടെ. ജയാളിയായവൻ കിദ്രോൻ തോട് കടന്ന് ജെറുസലേമിനെ ലക്ഷ്യമാക്കി കോടാനുകോടി വിശുദ്ധഗണങ്ങളും ദൂതസഞ്ചയവുമായി അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ അവൻ്റെ പാദസ്പന്ദനം കേൾക്കുമ്പോൾ അഭിമാനപൂരിതമാകുന്ന മറ്റൊരു സംഭവം ഉണ്ടാകും. അനവധി സഹസ്രാബ്ദങ്ങളായി അടഞ്ഞു കിടക്കുന്ന യെരുസലേമിൻ്റെ വാതിൽ രണ്ടായി നെടുക പിളർന്ന് തുറന്ന് യേശു അകത്തേക്ക് പ്രവേശിക്കുന്ന രംഗം കണ്ടിട്ട് സങ്കീർത്തനക്കാരൻ ആത്മാവിൽ പാടുകയാണ്, വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവിൻ, പണ്ടേയുള്ള കഥകളെ ഉയർന്നിരിപ്പീൻ, മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ. മഹത്വത്തിൻ്റെ രാജാവാർ ബലവാൻ ധീരരുമാകുന്ന യഹോവ, അവനത്രേ നമ്മുടെ രാജാവ്. ദൈവം സർവഭൂമിക്കും രാജാവാകുന്നു. ഒരു ചാതുര്യ കീർത്തനം പാടുവീൻ. അവൻ സ്ഥാപിക്കുന്ന സഹസ്രാബ്ദ യുഗം അത് നിത്യതയുടെ തുടക്കം മാത്രം. അങ്ങനെ നമ്മുടെ ചിന്ത ഈ പാതി വഴിയിലെത്തിച്ച് ഞാൻ പര്യവസാനിപ്പിക്കാൻ ബാധ്യസ്ഥനാകുന്നു. അവിടെ നമ്മുടെ അവസാനം നിത്യതയുടെ അങ്ങേയറ്റം എന്ന് പറയാവുന്ന പുതിയ യെരൂശലേം എന്ന മഹാനഗരം. ആ മഹാനഗരത്തിലും എന്നെ ആനന്ദിപ്പിച്ച ഒരു കാര്യം അത് പറഞ്ഞ് നിർത്താം. ഒരു മിനിറ്റ് കൂടി. എനിക്ക് ഈ സ്വർഗത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ ഉള്ള ഇഷ്ടം പലയിടത്തും ഞാൻ പറയാറുണ്ട്. അവിടെ നമുക്ക് ഒത്തിരി കിരീടവും ഒത്തിരി സാധനങ്ങളും ഒക്കെ ഉണ്ടെന്നാണ് പ്രസംഗിച്ച് കേൾക്കുന്നത്. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ ഈ കിരീടമൊന്നും കിട്ടിയില്ലെങ്കിലും അതിൽ പരാതിയുള്ള ഒരാളല്ല. ഇപ്പോൾ എനിക്കൊരു കിരീടം ഇല്ല. ഇപ്പോൾ എന്തോ ചെയ്യുന്നു? ഒരു പരാതി എനിക്കില്ല. പിന്നെ നിങ്ങൾക്കെല്ലാം ഓരോന്ന് കിട്ടുമ്പോൾ പഴയതൊരെണ്ണം നമുക്ക് കിട്ടിയാൽ തിരക്കേടില്ല. ഉപയോഗിച്ച് വല്ല പഴകിയ സാധനം വല്ലതുകൊണ്ട് ഒരെണ്ണം എല്ലാവരും വെക്കുന്നല്ലേ, ഇരിക്കട്ടെ ഒരെണ്ണം, അത്രേ ഉള്ളൂ. കാരണം ഈ സ്വർഗത്തെ സ്വർഗമാക്കുന്നത് നമ്മുടെ സന്തോഷവും തങ്കത്തിരുവീതിയല്ല. സ്വർഗത്തിൻ്റെ മഹത്വം പളുങ്ക് കടലല്ല, ശുദ്ധ പളുങ്കിനൊത്ത കണ്ണാടിക്കടലല്ല, 24 മൂപ്പന്മാരും അവരുടെ പാട്ടുമല്ല. സ്വർഗത്തെ സ്വർഗമാക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ സാന്നിധ്യമാണ്. സംഗീതനക്കാരൻ പറയുക, സ്വർഗത്തിലും നിന്നെ അല്ലാതെ ഞാൻ മറ്റൊന്നും ആഗ്രഹിക്കുന്നില്ല. കിരീടമൊക്കെ അവിടെ ഇരിക്കട്ടെന്ന്. വർഷങ്ങളായി കാത്തിരിക്കുന്ന കാന്തനെ തേടി കാന്ത നെടുമ്പാശ്ശേരി ചൊല്ലുമ്പോൾ പാഴ്സലാണോ വലിയ കാര്യം? കാന്ത എന്ന് പാഴ്സലിൻ്റെ മണ്ട വീണ അവളെപ്പോലെ വിവരം കെട്ട പെണ്ണുണ്ടോ? പാഴ്സലിൽ എന്തെങ്കിലുമൊക്കെ ഇരിക്കട്ടെന്ന്. നമുക്ക് കാന്തന വില പിടിപ്പുള്ള, നമുക്ക് കാന്തന് വില കൽപ്പിക്കാം. സ്വർഗത്തിലും എൻ്റെ പ്രശംസ നീയാണ്. ആ പാട്ട് പാടുന്ന സഹോദരർക്ക് വേണ്ടി കൂടെ പറയാം ഒരു കാര്യം. എൻ്റെ പൊന്നു സഹോദരന്മാരെ, ഇവിടെ പാടുന്ന പല പാട്ടും നമുക്ക് വേണ്ട. അവിടെ ചെല്ലുമ്പോൾ കണ്ടിയിടും അത് അന്ന് വേണ്ട. നമ്മൾ കണ്ടല്ലോ, കർത്താവ് താൻ ഗംഭീരനാഥം, അതും വേണ്ട. ഒത്തിരി പാട്ട് പോകും. പിന്നെന്താ നമ്മൾ പാടണ്ടേ? സ്വർണ്ണത്തെരുവീതിയെപ്പറ്റി ഞാൻ പറയാം അല്ലെന്ന്, അതൊന്നും ഒരു ഘടകമല്ലെന്ന്, അതവിടെ കിടക്കട്ടെ.
പളുങ്കുന്ന കടൽ തീരത്തിരുന്ന് ഞാൻ എൻ്റെ, അതിൽ കുറേ അർത്ഥമൊക്കെ ഉണ്ട്, അതൊന്നുമല്ല കാര്യം. ഭൂമിയിൽ നമ്മൾ സ്വർഗത്തെ പ്രകീർത്തിച്ച് പാടുമ്പോൾ സ്വർഗത്തിലെ പാട്ട് പക്ഷേ ഭൂമിയെക്കുറിച്ചാണ്. നിങ്ങൾക്കറിയോ, ഭൂമിയിലെ ഒരു സംഭവമാണ് സ്വർഗത്തിലെ ഹിറ്റ് സോങ്. ഇപ്പോഴേ പഠിച്ചോണം. സ്വർഗത്തിലും ആവേശഭരിതരായി അവർ പാടുന്ന പാട്ട് പളുങ്ക് കടലോ ഈ കിരീടം കിട്ടുന്നൊന്നുമല്ല. അവർ കിരീടം പോലും താഴെ വെച്ച് പോകും. ഒരു പാട്ട് കിട്ടുമ്പോൾ ഈ പ്രതാപം എല്ലാം കൂടെ വേണ്ടെന്ന് വെച്ചിട്ട് തുള്ളിച്ചാടി വല്ലാത്ത ബഹളം വെക്കുന്നൊരു പാട്ടുണ്ട്. എന്നറിയണ്ടേ? അറുക്കപ്പെട്ട കുഞ്ഞാടേ നിനക്ക് മഹത്വം, നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് സകല ഗോത്രത്തിലും സകല ജാതിയിലും ഭാഷയിലുമുള്ള ഞങ്ങളെ ദൈവത്തിനായി വിലക്കി വാങ്ങി. സ്വർഗത്തിലെയും അഭിമാന ചിഹ്നം യേശുവിൻ്റെ ക്രൂശാണ്. ആ ക്രൂശിൽ നിന്ന് പുറപ്പെടുന്ന പുണ്യാക രക്തത്തിൽ അഭയപ്പെട്ടുകൊണ്ട് നമുക്ക്